ഒരാളെ പറ്റി എഴുതിയില്ല അല്ലെങ്കിൽ മോശമായിട്ട് എഴുതി എന്നുള്ള പേരിൽ എന്നോട് ആരും ശത്രുത പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷെ വേറൊരാളെ പറ്റി നന്നായി എഴുതിയെന്നുള്ള പേരിൽ പലരും ശത്രുക്കളായിട്ടുണ്ട്. ജീവിതത്തിൽ എന്തെങ്കിലും നസീർ സാറിനെ ഒന്ന് കാണുന്ന ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. മണിമുകിലേ മണിമുകിലേ മാനം മീതാരുടെ പൊന്നും തോണിയിലേറി. ഈ എഴുത്തില് വിമർശകരെ എങ്ങനെയാ ചേട്ടൻ നേരിടുന്നത്? ഇപ്പൊ ഒരുപാട് എഴുതുമ്പോൾ ഉണ്ടാവാറുണ്ട്. ഞാൻ പക്ഷെ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഈ എൻ്റെ ഒരു ശൈലി എന്ന് പറഞ്ഞാൽ പലർക്കും ഇഷ്ടമാവണമെന്നില്ലത്. പൊതുവെ നന്മ മാത്രം കാണുന്നൊരു ശൈലിയാണ് എൻ്റെ. കാരണം ഫേസ്ബുക്കൊക്കെ തുറന്നു നോക്കിയ തിന്മയുടെ ഒരു പ്രളയമാണ് അവിടെ. വെറുതെ നടന്നപ്പോൾ നമ്മളിപ്പോൾ യേശുദാസിനെ പറ്റി എഴുതിയെന്ന് വിചാരിക്കാം, ഉടനെ അടിയിലൊരുത്തൻ യേശുദാസ് എത്ര വലിയ സിംഗർ, ജയന്തനല്ലേ സിംഗർ, ഇപ്പോൾ ജയേട്ടനെ പറ്റിയാണ് എഴുതി വിചാരിക്കുക. ഇയാളാണോ സിംഗർ? നമ്മൾ യേശുദാസിനെ പറ്റി എഴുതാണ്ട് ഇയാൾ ഇങ്ങനെ ആരെ പറ്റി എഴുതാൻ പറ്റില്ല നമുക്ക്. എസ് ജാനകിയെ പറ്റി എഴുതിയ FP സിയുടെ ആൾക്കാർ വന്ന് തല്ലും, റഫീ സാഹിബിനെ പറ്റി എഴുതിയ കിഷോർ കുമാറിൻ്റെ ആൾക്കാർ, അങ്ങനെ ഇവർക്കൊന്നും ഒരു ഹൃദയവിശാലത വേണ്ടേ? നമുക്ക് ഒരു മനുഷ്യൻ്റെ പാട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ കാതുകൾ നമ്മുടെ മനസ്സ് അതുമായിട്ട് ഒരു എന്താ പറയുക, അതൊരു താതാത്മ്യം പ്രാപിക്കലാണ്. അത് ഓരോരുത്തർക്കും ഓരോ മാതിരി ആയിരിക്കും. യേശുദാസിൻ്റെ കാത് മിനിയുടെ കാതിൽ വന്ന് ശബ്ദം മിനിയുടെ കാതിൽ വന്ന് വീഴുന്ന പോലെയല്ല എൻ്റെ കാതിൽ. 2 തരത്തിൽ പ്രോഗ്രാം ചെയ്യപ്പെട്ട ചെവികളാണ് നമ്മുടെ. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിംഗർ, എനിക്ക് ഹേമന്ത് കുമാറിൻ്റെ പാട്ട് വലിയ ഇഷ്ടമാണ്. അത് മിനിയും ഇഷ്ടപ്പെടാമെന്ന് ഞാൻ നിർബന്ധം പിടിക്കുക എങ്ങനെ? ഒരിക്കലും ചിലപ്പോൾ ഏറ്റവും വെറുക്കുന്ന ശബ്ദമായിരിക്കും അത്. പക്ഷെ ഇവർക്കൊന്നും അതറിയില്ല. നമ്മളിപ്പോൾ ഹേമന്ത് കുമാറിനെ പറ്റി ഇയാളാണോ വലിയ സിംഗർ എന്ന് വെച്ച് ചെയ്തു. നമ്മൾ സിനിമയുടെ കാര്യമാണെങ്കിലും എനിക്ക് ഇഷ്ടപ്പെടുന്ന സിനിമ ആയിരിക്കില്ല. ഒരിക്കലും. ഇതൊക്കെ വളരെ ആത്മനിഷ്ഠമാണ്. ഞാൻ ഈ ഫേസ്ബുക്കിലോ യൂട്യൂബിലൊക്കെ അടിയിൽ കമൻസ് വായിച്ചു നോക്കുമ്പോൾ വിചാരിക്കും ഇത് എന്താ വല്ല കാര്യമുണ്ടോ? ഞാൻ ഇഷ്ടപ്പെടുന്നതാണ് ഏറ്റവും വലിയ സംഭവം. ഞാൻ എഴുതുന്ന സമയത്ത് അത് കൃത്യമായിട്ട്, അതായത് ഇത് ലോക ക്ലാസ് പാട്ടാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇത് നമുക്കിഷ്ടമുള്ള പാട്ടാണ്, അത്രയേ ഉള്ളൂ. നമ്മൾ ഉദ്ദേശിക്കുന്നപ്പോൾ ഏറ്റവും മനോഹരമായിട്ടുള്ള പാട്ടെന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു പാട്ട്, എൻ്റെ അനുഭവം ധാരാളമുണ്ട്, അതൊരാളുടെ ഏറ്റവും വെറുക്കപ്പെട്ട പാട്ടായിരിക്കും. അത് അതിൻ്റെ രചന കൊണ്ടോ അതിൻ്റെ സംഗീതം കൊണ്ടോ അതിൻ്റെ ആലാപനം കൊണ്ടോ ഒന്നും ആവണമെന്നില്ല. ഇതിനൊക്കെ അപ്പുറത്തേക്ക് ആ പാട്ട് ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മൾ ആദ്യം കേട്ട ഒരു ഘട്ടം, ഏത് സന്ദർഭത്തിൽ, ആ മൊമെന്റ് എന്താണ് എന്നേക്കുമായിട്ട് വെറുക്കാൻ അത് മതി. നമ്മൾ വളരെ വിഷമത്തിൽ അല്ലെങ്കിൽ നമ്മൾ വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു മാനസികാവസ്ഥയിലിരിക്കുന്ന സമയത്ത് കേൾക്കുന്ന പാട്ട് ജീവിതകാലം മുഴുവൻ നമ്മളെ ഹോണ്ട് ചെയ്യത് അല്ലേ? വേറൊരാൾക്കത് ഏറ്റവും വലിയ സ്വപ്ന ഗീതമായിരിക്കും. അപ്പോൾ അതിലൊന്നും അർത്ഥമില്ല. അതുകൊണ്ട് ഞാൻ കഴിയുന്നതും നന്മ മാത്രമേ കാണാറുള്ളൂ. ഇഷ്ടംപോലെ ആൾക്കാർ ചെയ്തേക്കെ പറയാറുണ്ട്. പിന്നെ അതൊന്നും ഞാൻ പറഞ്ഞ ഇതൊരു ജേർണലിസ്റ്റിക് വർക്കല്ല ശരിക്കും പറഞ്ഞാൽ. എൻ്റെ ഒരു എമോഷണലായിട്ട് ഞാൻ പാട്ടിനെ കാണുന്നത്. ആസ്വാദനം മൂത്ത് എഴുതി തുടങ്ങി. അതെ അങ്ങനെ എഴുതി തുടങ്ങിയത്. അല്ലാതെ ഇന്നത് വ്യാകരണം ശരിയല്ല, അല്ലെങ്കിൽ ആ നോട്ട് അവിടെ അതായിരുന്നു ശരിയായിരുന്നു, അതൊന്നും വേണ്ട. നമ്മളൊരു പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടണം. അതെ. ഞാൻ ആ പാട്ട് ശരിക്കും പറഞ്ഞാൽ എഴുതുമ്പോൾ ഒരു ലോഡ്ജ് മുറിയിൽ ഇരുന്ന് ഒരു 10-15 മിനിറ്റ് കൊണ്ട് എഴുതുന്ന സംഭവം എത്രമാത്രം നമ്മുടെയൊക്കെ മനസ്സിൽ അത് പിന്നെ ഡീപ്പായിട്ട് പോകുന്നുണ്ടെന്ന് പറയുമ്പോൾ ഈ മ്യൂസിക് തെറാപ്പി ഉണ്ടല്ലോ, മ്യൂസിക് ഹീൽസ്, അതിനെ കുറിച്ച് എന്താണ് ചേട്ടൻ്റെ അഭിപ്രായം? മ്യൂസിക് തെറാപ്പി ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ആശയമാണത്. പക്ഷെ അതെങ്ങനെ പ്രാക്ടിക്കലാവുമെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ മാതിരി ഓരോ മനുഷ്യനും ഇഷ്ടപ്പെടുന്ന പാട്ട് എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു രാഗം, പലരും രാഗ ചികിത്സയൊക്കെ നടത്തുന്നുണ്ട്. നമുക്കിപ്പോൾ മോഹനം നമുക്കിഷ്ടപ്പെട്ട രാഗാവാം, പക്ഷേ അതേസമയം ശങ്കരാഭരണത്തിലുള്ള ഒരു കൃതി അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പാട്ട് നമുക്ക് അതേപോലെ ഇഷ്ടപ്പെടണമെന്നില്ല. കാരണം ഈ രാഗമാണ്. അപ്പോൾ ഈ നമുക്കിഷ്ടമുള്ള രാഗം ഏതാണെന്ന് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്ത് അതിലുള്ള പാട്ടുകളൊക്കെ കേട്ടാൽ ചിലപ്പോൾ നമുക്കൊരു മനസ്സിന് സമാധാനം വരും. അല്ലാതെ വെറുതെ ഒരു പാട്ട് വെച്ച് കേൾപ്പിക്കുക, അല്ലെങ്കിൽ ഈ ചില മ്യൂസിക് തെറാപ്പി എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻസ്ട്രുമെൻറ്റ്സ് ഇങ്ങനെ വെച്ച് പ്ലേ ചെയ്യുന്നൊക്കെ, അതൊന്നും ഒരിക്കലും ഒരു മനുഷ്യനെ ടച്ച് ചെയ്യണമെന്നില്ല. എനിക്ക് തോന്നുന്നു ICU ഉള്ള പേഷ്യന്റ് അയാൾക്ക് ഇഷ്ടമുള്ള പാട്ട് അവിടെ പ്ലേ ചെയ്താൽ ചിലപ്പോൾ ഒരു 10 ദിവസം കൂടെ കുറഞ്ഞ് അവിടെ കിടക്കാം. പിന്നെ എനിക്ക് നല്ല അനുഭവം ഉണ്ട്. ലെനിൻ രാജേന്ദ്രൻ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടായിരുന്നു
അദ്ദേഹം പിന്നീട് എനിക്കൊന്ന് എൻ്റെ ഫോണിൻ്റെ ഹെലോ ട്യൂൺ അതായിരുന്നു. പുള്ളി അത് കേൾക്കാൻ വേണ്ടി എന്നെ വിളിക്കായിരുന്നു. അത് മേദിയാസിൻ്റെ വലിയൊരു നാസം ആണത്. പ്യാർ ഭരേ ദോ ശർമീലേ എന്ന് പറഞ്ഞ പാട്ടുണ്ടല്ലോ, ഭയങ്കര രസമായിട്ടുള്ള പാട്ട്. ഇത് പുള്ളിക്ക് വലിയ ഇഷ്ടമായിരുന്നു. പുള്ളി അർദ്ധബോധാവസ്ഥയിൽ കിടക്കുമ്പോൾ പുള്ളിയുടെ ഒരു അസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടീനോട് ICUവിൽ കിടക്കുമ്പോൾ അതൊന്ന് ഹെഡ്ഫോണിൽ കേൾപ്പിച്ച് കൊടുക്കാൻ പറയുന്നു. ഇങ്ങനെ ഈ പാട്ട് ഇങ്ങനെ കേൾക്കുമായിരുന്നു പുള്ളി. അർദ്ധബോധാവസ്ഥയിൽ കിടന്നിട്ട് പോയി. അതാണ് ഞാൻ പറഞ്ഞത്, ഈ പാട്ടുകൾ, സിനിമാ പാട്ടുകളോട്ടുള്ള ആളുകളുടെ അറ്റാച്ച്മെൻറ്റിന് നമുക്ക് യാതൊരു ഡെഫിനിഷനും ഇല്ല. ഈ ചിലവർ മരിക്കുമ്പോൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ഒന്നിനി ശ്രുതി താഴ്ത്തി എന്നുള്ള പാട്ട് കേൾക്കണം, എൻ്റെ ബോഡി കൊണ്ടുപോകുമ്പോൾ എന്ന് ഒരാൾ അയാളുടെ വിൽപ്പത്ര ഒസ്യത്തിൽ എഴുതി വെച്ചിരുന്നു. അതുപോലെ നമ്മളെ PT തോമസ് പറഞ്ഞു, ചന്ദ്രകളഭം എന്നുള്ള പാട്ടാണ് എൻ്റെ ബോഡി കൊണ്ടുപോകുമ്പോൾ കേൾക്കേണ്ടത്. ഇന്നൊക്കെ അതൊക്കെ മരിച്ചു കഴിഞ്ഞിട്ടായിരിക്കും, പക്ഷെ എന്നാൽ പോലും അത് അതെ ആ പാട്ടിനോടുള്ള അറ്റാച്ച്മെൻ്റ് ആണ്. ഞാനിപ്പോൾ മാതൃഭൂമി ആഴ്ചവെപ്പിൽ ഈ കോളൊക്കെ എഴുതുമ്പോൾ ആൾക്കാർ ചോദിക്കും, നിങ്ങൾ ഈ സിനിമാ പാട്ടിനെ പറ്റി എഴുതണം ഇത്ര സീരിയസ് ആയിട്ടുള്ളൊരു മാഗസിൻ എന്നൊക്കെ ചോദിക്കാൻ. ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചിരുന്ന ഒരു കോംപ്ലക്സ് ഉണ്ടായിരുന്നു എനിക്ക്. കാരണം വലിയ വലിയ ആൾക്കാരൊക്കെ എഴുതുന്നു, വലിയ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതുന്ന ഒരു സംഭവമല്ല ഈ പൈങ്കിളി എന്നൊക്കെ പറയുന്ന സാധനത്തിൽ. പക്ഷെ യഥാർത്ഥത്തിൽ ഈ സിനിമാ പാട്ടിനെ പോലെ മനുഷ്യനെ, മലയാളിയല്ല ഇന്ത്യക്കാരനെ എന്ന് പറയാം, മനസ്സിനെ സ്വാധീനിക്കുന്ന വേറെ ഒരു കാവ്യശാഖയില്ല. പിന്നെ എത്രയോ ജീനിയസ് ലെജൻഡുകൾ, എത്രയോ പ്രഗത്ഭരായിട്ടുള്ള എഴുത്തുകാരൊക്കെ വിളിക്കാറുണ്ട്. വലിയ വലിയ ഉദ്യോഗസ്ഥന്മാർ, മന്ത്രിമാർ, വലിയ നമ്മൾ ബുദ്ധിജീവികളെന്ന് വിശ്വസിക്കുന്ന ആൾക്ക്, ഇവർക്കൊക്കെ ഇഷ്ടപ്പെട്ടൊരു സിനിമാ പാട്ടുണ്ടാവും. അവരുടെ ജീവിതത്തിലേക്ക് അവരറിയാണ്ട് തന്നെ അവരെ സ്വാധീനം ചെലുത്തിയിട്ടുള്ളൊരു പാട്ട്, അവർ എന്നും കേൾക്കാൻ മോഹിക്കുന്നൊരു പാട്ടുണ്ടാവും. അതുകൊണ്ടാണ് എൻ്റെ ഈ ലേഖനങ്ങൾക്ക് ആളുകൾ സഹിക്കുന്നത് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ എഴുത്തിനേക്കാളും ആ പാട്ടിനോടുള്ള സ്നേഹമാണത്. പിന്നെ അമ്മ തന്നെ വയ്യാണ്ട് കിടക്കുമ്പോ അതെ അവസാനം അമ്മയ്ക്ക് അത് പൂർണ്ണ ഞാൻ പാടി കേൾപ്പിച്ചപ്പോ അടുത്ത വരി അമ്മ ചോദിച്ചു. എത്രമാത്രം നമ്മുടെ മനസ്സിലെ പാട്ട്. പിന്നെ അതിനേക്കാളും ടച്ചിങ് ആയിട്ടുള്ള ഒരു ഇതാണ് ജാനകിയമ്മയുടെ കൂടെ ഭാസ്കര മാഷ് കാണാൻ പോയത്. അത് ഭാസ്കര മാഷ് അന്ന് മറവിയുടെ തീരത്താണ്, ഒന്നും ഓർമ്മയില്ല. അവിടെ ചെന്നപ്പോൾ മാഷ്ക്ക് ആരാന്ന് പോലും അറിയില്ല ജാനകിയമ്മ. അപ്പോൾ ജാനകിയമ്മയ്ക്ക് വലിയ വിഷമമായി, അവർക്കാണെങ്കിൽ ഭയങ്കര എമോഷണലാണ്. അതെ. അപ്പം ഞാൻ വെറുതെ ജാനകിയമ്മയോട് പറഞ്ഞു, ഇങ്ങനെ ജാനകിയമ്മ ഒന്ന് പാടി നോക്കൂ, വെറുതെ പാട്ട് ചിലപ്പോൾ ഇഷ്ടമുണ്ടെങ്കിൽ. അങ്ങനെ ജാനകിയമ്മ ആ കട്ടിലിരുന്നിട്ട് എല്ലാ പാട്ടുകളും പാടി. തളിരിട്ട് കിനാക്കൾ, താനെ തിരിഞ്ഞും മറിഞ്ഞു, ഒരു കൊച്ചു പല്ലവി പാടി കഴിഞ്ഞാൽ അനുപല്ലവിയിലേക്ക് പോകുമ്പോഴേക്കും മാഷ് ജോയിൻ ചെയ്തു. ഓർമ്മ ആ വരി ഒരു തെറ്റുമില്ല. അത് ഭയങ്കര എമോഷണൽ സീനാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ഈ എഴുത്തുകൊണ്ടുണ്ടായിട്ടുള്ള എമോഷണൽ ചില മോമെന്റ്സ് അത്. എന്നിട്ട് അവസാനം മാഷ് ചോദിക്കുകയാണ്, നന്നായി പാടുണ്ടല്ലോ, ഇതൊക്കെ ആരെ പാട്ടാണ്? അതോടുകൂടിയിട്ട് അമ്മ ഒറ്റ കരച്ചില് അവിടെ. അപ്പൊ ഇതൊക്കെ ആ മ്യൂസിക് അത്രയും മനുഷ്യനെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് നോക്കിയിട്ട്. പിന്നെ നല്ല മ്യൂസിക് ഇഷ്ടപ്പെടുന്ന, ശരിക്കും ജെന്യുവനായിട്ട് മ്യൂസിക് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഒരു തിന്മ ആലോചിക്കാൻ പറ്റില്ല. ഒരു നന്മയുടെ ഒരു അംശം എപ്പോഴും ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത്രയും എമോഷണൽ ആയാലേ നമുക്ക് പാട്ടുകൾ മനസ്സിൽ കൊണ്ടുവെടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ പാട്ട് ഇഷ്ടമെന്നൊക്കെ പറഞ്ഞിട്ട് തോന്നിയാസം എഴുതുന്ന ആൾക്കാരൊന്നും എനിക്ക് തോന്നുന്നില്ല, അവരൊന്നും യഥാർത്ഥ ജെന്യുവനായിട്ടുള്ള ആളുകളല്ല. ചില പാട്ടുകൾ നമ്മുടെ ചില മോമെൻറ്റ്സുമായിട്ട് ചേർത്ത് വെക്കുക നമ്മുടെ മനസ്സിൽ. ഇപ്പോൾ ആദ്യ പ്രണയം, ആദ്യ വിവാഹം, മധുവിധു, നമ്മുടെ ജീവിതത്തിൽ നേരിട്ടുള്ള ആദ്യത്തെ നഷ്ടം, അങ്ങനെ ഓരോ മോമെന്റുമായിട്ടും നമുക്ക് ബന്ധപ്പെടുത്താൻ ഓരോ പാട്ടുണ്ടാകും. ആ പാട്ട് കേൾക്കുമ്പോൾ ഒരു കാലം വരികയാണ് മനസ്സിൽ. എന്തൊക്കെയാ എൻ്റെ കൂടെ വരിക എന്ന് പറയാൻ പറ്റില്ല. ഒരു സ്വിച്ച് ഇട്ട മാതിരി വരും. അച്ഛൻ്റെ ഓർമ്മകൾ, അമ്മയുടെ ഓർമ്മകൾ, സ്കൂളിൽ പോയ ഓർമ്മകൾ. അതൊരു മാജിക്കാണ്. ഇനിയത്തെ ജനറേഷൻ അത് അനുഭവിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. അവർ കൺസേൺഡ് അല്ല. കാരണം അവർക്കൊരു നൊസ്റ്റാൾജിയ ഉണ്ടാവും സംശയം. കാരണം അറ്റാച്ച്മെന്റ് കുറവാണ്. അത് മാത്രമല്ല, പാട്ടുകൾ തന്നെ ഒരു 2-3 ദിവസത്തേക്കല്ലേ ഉള്ളൂ. നമ്മുടെ മാതിരി ഇങ്ങനെ കാലാകാലം ഈ പാട്ട് ഇങ്ങനെ മനസ്സിൽ ഒഴുകി നടക്കുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ നൊസ്റ്റാൾജിയയുടെ ഭാഗമായിട്ട് ഈ പാട്ടുകളെ കാണുമെന്ന് എനിക്കറിയാം. വേറെ പല നൊസ്റ്റാൾജിയസ് ആയിരിക്കും, ടെക്നോളജിയുടെ മാറ്റമൊക്കെ ആയിരിക്കും. നമ്മൾ ഈ പാട്ടുകളിൽ ഇങ്ങനെ ഒഴുകി സ്വപ്നജീവിയായിട്ട് ഇങ്ങനെ ജീവിച്ചു പോകും. ഞാൻ തന്നെ ആലോചിക്കും, ചില എന്നെ വിളിക്കാറുള്ള ആളുകളിൽ കൊലപാതകികളുണ്ട്. ഞാനിപ്പോഴും ആലോചിക്കും, കൊലപാതകത്തിന് കഴിഞ്ഞ് ജയിൽ ശിക്ഷ അനുഭവിച്ച് ജീവിതം കഴിഞ്ഞ് വന്ന ആൾക്കാരുണ്ട്. പിന്നെ അവരുടെയൊക്കെ മനസ്സിൽ പാട്ടുണ്ട്. അപ്പൊ ഒരാൾ എന്നെ വിളിച്ച് പറഞ്ഞ ഈ എന്താ പറയാ,
ഈ അന്വേഷിച്ച കണ്ടെത്തിയിലെ പാവനന മാട്ടിട എന്നുള്ള പാട്ടിനെ പറ്റി എഴുതിയിരുന്നു. അപ്പം അതെൻ്റെ കുട്ടിക്കാലത്ത് എനിക്കിഷ്ടമുള്ളൊരു പാട്ടായിരുന്നു അത്. അപ്പോൾ ഞങ്ങളെ സ്കൂൾ, ഞാനൊരു ക്രിസ്ത്യൻ മിഷണറി സ്കൂളിലാണ് പഠിച്ചത്. സാധാരണ സ്കൂളാണ്, ഒരു മലയാളം മീഡിയം വയനാട്ടിൽ. അപ്പോൾ ആ കാലത്ത് ഈ പാട്ട് ഇങ്ങനെ പള്ളിയിൽ പോകും. ഇടയ്ക്ക് ഞങ്ങൾ പള്ളിയിൽ പോയിട്ട് ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ മുട്ടുകുത്തി എന്ന് കേൾക്കുമ്പോൾ ഈ അവിടുത്തെ ഈ ഗായക സംഘം ഈ പാവനന മാട്ടിട എന്നുള്ള പാട്ട് ഇങ്ങനെ പാടും, കോറസ് കൊയർ മ്യൂസിക് പാടും. അപ്പം അതിലൊരു വരിയുണ്ട്, ഇന്ന് മുന്നിലിരിക്കുമീ അന്നം നിന്റെ സമ്മാനമല്ലയോ, ഒരു വരിയുണ്ട്. ജനകമ്മ പാടുന്നു, ജനകമ്മ വസന്തമ്മ. അപ്പോൾ അതെനിക്ക് ഭയങ്കര ടച്ചിങ് ആയി തോന്നിയില്ല. അപ്പോൾ അതിനെപ്പറ്റി എഴുതിയിരുന്നു. അപ്പോൾ ആ വരി കേൾക്കുമ്പോൾ നമ്മൾ, അപ്പോൾ എനിക്ക് ടീച്ചർമാർ പറയും, ഞങ്ങളെ കൂടെ പഠിക്കുന്ന കുട്ടികൾ പലരും ഉച്ചയ്ക്ക് ഭക്ഷണം കൊണ്ടുവരില്ല. പക്ഷെ പട്ടിണിയാണ് വീട്ടിൽ, തൊഴിലാളികളുടെ മക്കളും ആദിവാസികളൊക്കെയാണ്. അപ്പോൾ ടീച്ചർമാർ പറയും, നിങ്ങൾ നിങ്ങളുടെ ആ കൂട്ടുകാർക്ക് വേണ്ടിയുള്ള കുറച്ചും കൂടി ഭക്ഷണം എപ്പോഴും വീട്ടിൽ നിന്ന് കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ കൊണ്ടുവരുന്ന ഒരു കാലമായിരുന്നത്. അപ്പോൾ എപ്പോഴും ഞാൻ ഇന്നും ആ പാട്ടിൻ്റെ വരി ഓർക്കും. ഭക്ഷണം കഴിക്കുമ്പോൾ, ബിരിയാണി കഴിക്കുമ്പോൾ പോലും, ഇന്ന് മുന്നിലിരിക്കുമീ അന്നം നിൻ്റെ സമ്മാനമല്ലയോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അത് എഴുതിയപ്പോൾ ഭയങ്കര ഒരു കുറ്റവാളിയായ അതായത് ആരോപിതനായ ഒരു വ്യക്തി എന്നെ വിളിച്ചു. ആരാ ഞാൻ പറയുന്നില്ല, വളരെ കുപ്രസിദ്ധി അറിയിച്ച ഒരാളായിരുന്നു. അങ്ങനെ അല്ലാന്ന് അദ്ദേഹം അവകാശപ്പെടുന്നുണ്ടെങ്കിൽ, അദ്ദേഹം വളരെ എമോഷണലായിട്ട് എന്നോട് പറഞ്ഞത്, നിങ്ങളത് എഴുതിയത് എൻ്റെ കുട്ടിക്കാലത്തേക്ക് എന്നെ കൊണ്ടുപോയി. അത് ഭയങ്കര, ഞാനിപ്പോഴും ഓർക്കുന്നൊരു വരിയാണിതെന്ന് പറഞ്ഞിട്ട് പുള്ളി വളരെ എമോഷണലായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞേ, എങ്ങനെയുള്ള ആളുകളും ഈ പാട്ടുകളുടെ മായാവലയത്തിൽ പെട്ടുപോകുന്നുള്ളതാണ്. എല്ലാവരും ഒരുപാട്, എനിക്ക് വന്ന സാഹിത്യകാരന്മാരായാലും ശരി, എത്രയോ പേര് വിളിച്ചിട്ടുണ്ട് എന്നെ. ജയിലുകളിൽ നിന്നൊക്കെ സ്ഥിരമായിട്ട് കത്തുകൾ വരും, ഇത് വരും ഇഷ്ടംപോലെ ഈ ലേഖനം വായിച്ചിട്ട്. ഇപ്പൊ ജാനകിയമ്മയെ കുറിച്ച് പറയുമ്പോൾ ഒരു ഗിഫ്റ്റ് അല്ലേ, ചേട്ടനൊരു ഗിഫ്റ്റ്, ഒരു അമ്മ നന്നായിട്ട് അതെ, എൻ്റെ ചിത്രം വരച്ച് അയച്ചത്. അത് നന്നായി വരയ്ക്കുന്ന ഞാൻ അപ്പോഴാണ് അറിയുന്നത്. അപ്പോൾ കമ്പ്യൂട്ടറിൽ ആദ്യം എൻ്റെ പ്രൊഫൈൽ ഫോട്ടോ നോക്കിയിട്ട് അമ്മ വരച്ചിട്ട് കമ്പ്യൂട്ടറിൽ അതിന് പെയിൻറ് ചെയ്തു, കളറ് അത് ചെയ്തിട്ട് അയച്ചു കൊടുത്തു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇങ്ങനെ ഇത് നല്ല ചെറുപ്പമാണല്ലോ, അത് എൻ്റെ മാതിരി സുന്ദരനാണല്ലോ. അപ്പോൾ അമ്മ പറഞ്ഞു, എൻ്റെ മനസ്സിൽ എഴുതി അതാണ്, അത് വരികയാണെന്ന് പറഞ്ഞു അയച്ചു. അമാതിരി അവരെനിക്ക് വേറൊരു സംഭവം, അതെനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യം. ഇപ്പോഴും പ്രിഷ്യസ് ആയിട്ടുള്ളൊരു പൊസിഷൻ എന്ന് പറഞ്ഞാൽ, എനിക്കൊരു കാസറ്റ് തന്നവർ, അതായത് അവർ ലതാ മങ്കേഷ്കറെ പാട്ടുകൾ, ലതാജിയുടെ വളരെ ഫേമസ് ആയിട്ടുള്ള പാട്ടുകൾ, അതായത് 1960s പാട്ടുകളാട്ടോ. മദൻ മോഹൻ്റെ പാട്ടുകളുണ്ട്, സി രാമചന്ദ്രയുടെ പാട്ടുകളുണ്ട്, ശങ്കർ ജയകൃഷ്ണൻ. ഈ പാട്ടുകൾ അവർ പാടിയത് അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ആ കാലത്ത് ഗ്രാംഫോൺ ഉണ്ട്, ഈ ടേപ്പ് റെക്കോർഡർ വന്ന സമയം. അപ്പോൾ അവർ സിനിമയിൽ പാടി തുടങ്ങിയിട്ടേ ഉള്ളൂ ജാനകിയമ്മ. അപ്പോൾ ഒരു ടേപ്പ് റെക്കോർഡർ വാങ്ങി, ഈ ഗ്രാംഫോൺ, ലതാ മങ്കേഷ്കറുടെ കളക്ഷനുള്ള ഒരു ഗ്രാംഫോൺ ഇങ്ങനെ പ്ലേ ചെയ്തു. തൊട്ടടുത്ത് ഈ ഗ്രാംഫോൺ റെക്കോർഡ് വെച്ചു, ഒരു മുറിയൊക്കെ അടച്ചിട്ടു. ഇതൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞതായിരുന്നു. അടച്ചിട്ടിട്ട് ഈ പാട്ട് ഓൺ ചെയ്ത്, ഈ ടേപ്പ് റെക്കോർഡർ ഓൺ ചെയ്തു. എന്നിട്ട് ഇതിൻ്റെ ഈ ഓർക്കസ്ട്ര പോർഷൻ വരുമ്പോൾ വോളിയം കൂട്ടും. വോക്കൽ പാർട്ട്, അതായത് ലതാജി പാടിന് താഴ്ത്തിയിട്ട് ഇവർ പാടും. അങ്ങനെ എല്ലാ പാട്ടും, അല്ലാത്തേരൂനാം, ഈ പാട്ടുകളൊക്കെ ഉണ്ട്. ഇങ്ങനെ റെക്കോർഡ് ചെയ്താണ്, കാരണം അന്ന് ഈ റെക്കോർഡിങ് ഫെസിലിറ്റി ഒക്കെ കുറവല്ലേ. അപ്പോൾ അങ്ങനെ റെക്കോർഡ് ചെയ്തിട്ടുള്ള ഒരു 10-25 പാട്ടുകൾ കാസറ്റിലാക്കിയിട്ട്, എനിക്ക് ആ ഡേറ്റ് പോലും അതിൽ എഴുതിയിട്ടുണ്ട്, 1966 എത്രയോ, 68. അത് എന്നോട് പറഞ്ഞിങ്ങനെ, ഇത് രവി കേട്ടാൽ മതി, ആരും കേൾപ്പിക്കണ്ട, നന്നായിട്ടല്ലേ. പക്ഷെ അസാധ്യമായിട്ട് പാടിയിട്ടുണ്ട്. കാരണം ഹിന്ദിയൊന്നും അങ്ങനെ അറിയൊന്നുമില്ല, വലിയ വിദ്യാഭ്യാസം ഉള്ള ആളൊന്നുമല്ല, ഹിന്ദിയൊന്നും പഠിച്ചിട്ടൊന്നും. പക്ഷേ ഒപ്പിയെടുത്ത മാതിരി ജാനകിയമ്മയുടെ, ലതാമ്മയുടെ പാട്ടുകൾ പാടിയിട്ടുണ്ട് ഇവർ. അതൊരു പ്രിഷ്യസ് ആയിട്ടുള്ളൊരിതാണ് എനിക്ക്. കാരണം വെച്ചാൽ ഇനി ഒരിക്കലും ആവർത്തിക്കപ്പെടാത്തൊരു കാര്യമാണുള്ളത്. അതും ആ കാലഘട്ടമാണത്. ആ തളിരിട്ടകിനാക്കളൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുള്ള ആ ശബ്ദം, ആ കാലം. മാത്രമല്ല അവർ വളരെ ചലഞ്ചസ് ഫേസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. കാരണം ഈ ഗ്രാംഫോൺ റെക്കോർഡ് തുടച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡസ്റ്റ് വന്ന് അകത്തേക്ക് പോയി, തുമ്മാൻ തുടങ്ങി. അങ്ങനെ വീസിങ് ആയി മാറിയത്, ഭയങ്കര വീസിങ്. അപ്പം അന്ന് വീസിങ്ങിനുള്ള മരുന്ന് പറഞ്ഞാൽ കോർട്ടിസോൺ ഇഞ്ചക്ഷൻ എടുത്തിട്ടേ പോകാൻ പറ്റുള്ളൂ, ഇഞ്ചക്ഷൻ എടുക്കണം, ഭയങ്കര ക്ഷീണമായിരിക്കും. അങ്ങനെ റെക്കോർഡ് ചെയ്ത പാട്ടുകളാണ് ഈ തളിരിട്ടകിനാക്കൾ എന്നൊക്കെ അവർ പറഞ്ഞു എൻ്റെ അടുത്ത്. അത്രയും
ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ റെക്കോർഡ് ചെയ്ത പാട്ടുകളാണ്. പക്ഷെ ഇപ്പൊ തോന്നുന്നു നമുക്ക് അവരാ ശ്വാസം മുട്ടലൊക്കെ അയ്യോ നമുക്ക് പാട്ട് കേൾക്കുമ്പോൾ ഒരിക്കലും തോന്നില്ല. ലീലാമ്മ അല്ലെ ജാനകിയമ്മയും തമ്മിലുള്ളൊരു ഭയങ്കര അടുപ്പായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ അന്നത്തെ കാലത്ത് ഇവരൊക്കെ വസന്താമ്മയൊക്കെ ഇവരെ പറ്റി പറയുന്നത് കേൾക്കണം. ലീല ചേച്ചി എൻ്റെ അടുത്ത് തന്നെ പറഞ്ഞു, ആദ്യം ജാനകിയമ്മയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഈ ചിങ്കാരവേലനി എന്നുള്ള പാട്ട് അവരുടെ ബ്രേക്ക് കൊടുത്ത പാട്ട്, ജാനകിയമ്മയ്ക്ക് ബ്രേക്കായ പാട്ടാ. അപ്പൊ അത് ശരിക്കും റെക്കമെൻഡ് ചെയ്തത് ലീല ചേച്ചിയാണെന്ന് ജാനകിയമ്മ എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പൊ ഞാൻ പിന്നെ ലീല ചേച്ചീനെ കണ്ടപ്പോൾ ചോദിച്ചു, ഇങ്ങനെ ലീല ചേച്ചി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ല, അതെന്താ എൻ്റെ അടുത്ത് പറയായിരുന്നു. അപ്പൊ ലീല ചേച്ചി പറഞ്ഞു, അതെന്തിനു ഞാൻ പറയണത്, അതുകൊണ്ടൊന്നുമല്ല, അവര് നല്ല സിംഗറാണത്, ഞാൻ റെക്കമെൻഡ് ചെയ്തുകൊണ്ടൊന്നും അല്ലെന്ന്. എന്നിട്ട് അവരപ്പം തന്നെ ഫോൺ ചെയ്തിട്ട് ജാനകിയമ്മയെ വിളിച്ചു ചോദിച്ചു, ഇങ്ങനെ ഇതെന്തിനാ പറഞ്ഞു കൊടുത്തത്, നീ അല്ലേ നന്നായി പാടിയില്ലേ, എൻ്റെ ഇതൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അത്രയും അവര് സത്യം പറഞ്ഞാൽ ഈ പാട്ട് ശരിക്കും ലീല ചേച്ചി പാടേണ്ടതായിരുന്നു. SM സുബ്ബയ്യ നായിഡു എൻ്റെ മ്യൂസിക് ഡയറക്ടർ. അപ്പോൾ അത് നാദസ്വരത്തിൻ്റെ അകമ്പടിയോടുകൂടി പാടണ്ട, ശ്രുതിയിൽ പാടണ്ട, നല്ല പിച്ചിൽ പാടണം. അപ്പം അന്ന് എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു, ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ലീല ചേച്ചി പറഞ്ഞു എനിക്ക് പാടാൻ പറ്റില്ല, മാത്രമല്ല അമിത ശ്രുതിയിൽ പാടേണ്ടതാണ്. അപ്പം ഞാൻ വേറൊരു സിംഗറുടെ പേര്, ഒരു പുതിയ സിംഗറാണ് S ജാനകി എന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു അത് പറ്റില്ല, നിങ്ങൾ പാടിയില്ലെങ്കിൽ ലതാ മങ്കേഷ്കറിനോട് പാടിക്കുന്നുണ്ട്. അല്ല ഇവർ നിങ്ങൾ ശ്രമിച്ചു നോക്കൂ, ഇല്ലെങ്കിൽ എൻ്റെ റിസ്കിൽ, ഇല്ലെങ്കിൽ ഒഴിവായിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ നിർബന്ധിച്ചിട്ടാണ്. പക്ഷെ ജാനകിയമ്മ അസാധ്യമായിട്ട് പാടിയത്, അസാധ്യ പാട്ടാണ്, നാദസ്വരത്തിൻ്റെ ശ്രുതിയിൽ അസാധ്യമായിട്ട് പാടിയത്. അപ്പോൾ അതാണ് അവരുടെ ജീവിതത്തിൽ. അപ്പോൾ ഞാൻ പറഞ്ഞ അന്നത്തെ അവര് AP കോമള എൻ്റെ അടുത്ത് പറയായിരുന്നു, കോമളമ്മയ്ക്ക് പാട്ടുകളില്ലാത്ത സമയത്ത് ലീല ചേച്ചി എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സിനും പറയുന്നു കോമളയെ കൊണ്ട് പാടിക്കണം എന്ന് പറയും. അങ്ങനെ കോമളയ്ക്ക് ഇഷ്ടം പോലെ ചാൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ആ കാലഘട്ടത്തിൽ നടന്നിരുന്നു എന്ന് നമ്മൾ വിശ്വസിക്കാൻ പ്രയാസം തോന്നുന്നു. ഇന്നത്തെ അന്തരീക്ഷമല്ലേ നമുക്കറിയുള്ളൂ. പക്ഷെ അവർ തമ്മിൽ ഭയങ്കര സ്നേഹമായിരുന്നു, അവർ തമ്മിൽ പരസ്പരമുള്ള സ്നേഹം. ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും സ്പിരിറ്റഡ് ആയിട്ടുള്ളൊരു കോമ്പറ്റീഷൻ ഉണ്ടാവും എപ്പോഴും, നന്നാവണം എന്നുള്ളൊരു ഇതുണ്ടാവും. അതിനപ്പുറത്തേക്ക് വ്യക്തിപരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും താഴ്ത്തി പറയുകയോ അല്ലെങ്കിൽ ആ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ പ്രസ്താവന ഒന്നും ചെയ്യാറില്ല. അത് അന്നത്തെ കാലത്തിൻ്റെ ഒരു പ്രത്യേകത, ആ നന്മ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് നമ്മൾ തന്ത വൈബ് എന്നൊന്നും പറയാൻ പറ്റില്ല. നന്മയുണ്ടായിരുന്നു. ഇന്നത്തെ പോലെ വർഗീയതയും ജാതീയതയും ഒക്കെ പരസ്യമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടിരുന്ന കാലമൊന്നുമല്ല. നമുക്കൊന്നും അറിയില്ല, നമ്മൾ ഏത് ജാതിയാണ് എന്ത് അതൊന്നും പോലും ചിന്തിച്ചിട്ടില്ല. പക്ഷെ ഇന്നത്തെ കാലം ചിലപ്പോൾ ഈ ഇന്നത്തെ കാലത്തിൻ്റെ ആവശ്യമായിരിക്കും, അത് അങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും, ഇനിയും മാറിയേക്കാം. എന്തായാലും സിനിമയിലെ പാട്ടുകളൊന്നും ഇപ്പോൾ പഴയ പോലെ ഹിറ്റാവുന്നൊന്നുമില്ല. വർഷത്തിൽ 1-2 പാട്ടുകൾ ഹിറ്റാവുള്ളൂ. ശരിക്കും പറഞ്ഞാൽ സിനിമയിൽ ഇനി പാട്ടുകൾ ഉണ്ടാവുമോ തന്നെ ഉണ്ടാവരുത് എന്നാണ് ശരിക്കും പറഞ്ഞാൽ. 2 തരത്തിൽ എനിക്ക് ചിന്തിക്കാം. അതെൻ്റെ എൻ്റെ ഉള്ളിലെ സിനിമാ പ്രേമി പറയണത് സിനിമയിൽ പാട്ട് വേണ്ടെന്ന്, സംഗീത പ്രേമി പറയുന്നത് പാട്ട് വേണമെന്ന്. കാരണം സിനിമ നമ്മൾ കാണുമ്പോൾ പലപ്പോഴും പാട്ട് വരുമ്പോൾ ഭയങ്കര ദേഷ്യം തോന്നും. കാരണം അതിന്റെ ഫ്ലോവിനെ കംപ്ലീറ്റ് മാറ്റാണ് പാട്ട്. നല്ല ഒരു ത്രില്ലർ സിനിമയൊക്കെ കാണുമ്പോൾ ആവശ്യമില്ലാത്ത സമയത്തായിരിക്കും നമ്മളൊരു പാട്ട്. സിനിമയുടെ മേക്കിംഗ് വളരെ ഗംഭീരമായിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയാലും ശരി, ക്യാമറ ആയാലും ശരി, എഡിറ്റിംഗ് ആയാലും ശരി, അഭിനയം ആയാലും ശരി, ഒക്കെ വളരെ സ്വാഭാവികമാകുന്നു. എല്ലാ തരത്തിലും നിലവാരം. പാട്ട് മാത്രം അവിടെ അധികപ്പറ്റായിട്ട് വരിക. ചില നല്ല സസ്പെൻസ് ത്രില്ലറിലൊക്കെ ഈ ത്രെഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു പാട്ട് വരുന്ന അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ പാട്ടുകൾ ഒരു സിനിമാ പ്രേമി എന്ന നിലയ്ക്ക് പറയുകയാണെങ്കിൽ പാട്ടുകൾ അനാവശ്യമാണ് ഇപ്പോൾ സിനിമയിൽ. ഒരു മ്യൂസിക്കൽ കണ്ടന്റ് ഉള്ള സിനിമയാണെങ്കിൽ ഓക്കെ, മ്യൂസിക്കൽ എന്ന് പറയാം. അല്ലാത്ത സിനിമകളിൽ പാട്ടല്ല, ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് യഥാർത്ഥ ഇന്ത്യൻ സിനിമയിൽ മാത്രമാണ് അങ്ങനത്തെ ഒരു. അതെ അതെ, അത് നമ്മുടെ ഒരു കൾച്ചറിന്റെ ഭാഗമാണല്ലോ. നമ്മൾ ആദ്യത്തെ ആലമാരയിൽ തന്നെ ഉണ്ട് 10-35 പാട്ടുകൾ. ബാലനിലുണ്ടായിരുന്നു 10-26 പാട്ടുകൾ. അപ്പൊ അന്ന് പാട്ടുകളിലൂടെ ഇങ്ങനെ ഒരു സങ്കടം വരുമ്പോ ഒരു പാട്ട്, ബ്രേക്കപ്പ് വരുമ്പോ ഒരു പാട്ട്. പക്ഷെ ഇന്നിപ്പോ തമാശ എന്താ വെച്ചാൽ പഴയ സിനിമകള് പല വീഡിയോസ് ഇടുമ്പോൾ, യൂട്യൂബ് വീഡിയോസ് നോക്കുമ്പോൾ ഈ ബോറടിപ്പിക്കുന്ന, എനിക്ക് തോന്നുന്നു അതിൻ്റെ ലെങ്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് പാട്ടുകൾ എടുത്തിട്ട് ഒഴിവാക്കി വരും, കട്ട് ചെയ്തിടും പലരും. പാട്ടുകൾ പലതിലും ഇല്ല. പക്ഷെ സത്യം പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ ഷോക്ക്. കാരണം പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഈ പടങ്ങൾ കാണുന്നത്. ഈ പാട്ടുകൾ മാത്രമേ ഇന്നിപ്പോൾ ആ സിനിമയിൽ നിന്ന് കാണാൻ പറ്റുള്ളൂ. എന്നോട് ടി വാസുദേവൻ ഒരിക്കലും പറഞ്ഞു, വലിയ പ്രൊഡ്യൂസറാണ് ടി വാസുദേവൻ, എല്ലാ സിനിമയിലും ഭയങ്കര ഹിറ്റ് പാട്ടുകളൊക്കെ. പക്ഷെ അന്ന് പാട്ടുകൾ ഈ ചിത്രീകരിക്കുക എന്ന് പറയുന്നത്
അന്നത്തെ കാലത്ത് വലിയൊരു സീരിയസ് ആയിട്ട് എടുത്ത സംഭവമല്ല. അതെല്ലാം കഴിഞ്ഞിട്ട് അത് ശരിക്കും പറഞ്ഞാൽ ഡയറക്ടറേ ഉണ്ടാവില്ല, ക്യാമറാമാനോട് പറയും ഇങ്ങനെ. ശശികുമാറൊക്കെ അങ്ങനെയാണ്, ക്യാമറാമാനോട് പറയും ഇങ്ങനെ ആ പാട്ട് നിങ്ങൾ പിക്ചറൈസ് ചെയ്താൽ മതി. കാരണം അത് അത്ര വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്തിട്ടില്ല. ചിലവും വളരെ തുച്ഛമായ സംഖ്യ അതിന് നീക്കി വെക്കുള്ളൂ. അപ്പോൾ എന്നോട് ഇദ്ദേഹം പറഞ്ഞു, ടി വാസുദേവൻ സാറാണ് ഈ കുട്ടിക്കുപ്പായം പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ആ കുട്ടിക്കുപ്പായത്തിൽ 7 പാട്ടുണ്ട്. ഈ പാട്ടൊക്കെ പിക്ചറൈസ് ചെയ്യാനും കമ്പോസ് ചെയ്യാനൊക്കെ വളരെ തുച്ഛമായ സംഖ്യയിലെ ഏറ്റവും കുറവ് മ്യൂസിക്കിനാണ്. അപ്പോൾ ഒരു മുറി ഇങ്ങനെ മാറ്റി ഒരു മുറിയിൽ തന്നെ വരൻ്റെ വീട് വധുവിൻ്റെ വീടൊക്കെ ആക്കിയിട്ട് അങ്ങനെ തട്ടിക്കൂട്ടി ഉള്ള പാട്ടുകളാണ്. പക്ഷെ ആ പടമൊക്കെ പോയി, ആ പടത്തിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള വരുമാനം അത് വലിയ ഹിറ്റൊക്കെ ആയിരുന്നു, അന്ന് കിട്ടിയിരുന്നു കുറച്ച്. പിന്നെ അത് സിനിമയ്ക്ക് ആർക്കും റൈറ്റ്സ് വിറ്റു. പക്ഷെ പിൽക്കാലത്ത് അതിലെ പാട്ടുകളുടെ റോയൽറ്റി അടിസ്ഥാനത്തിൽ ലക്ഷക്കണക്കിന് രൂപ അദ്ദേഹത്തിന് ഞാൻ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്തേക്ക് കിട്ടിക്കഴിഞ്ഞു, ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇപ്പം അദ്ദേഹം പറയും അന്ന് ആ സിനിമയ്ക്ക് മൊത്തം ചിലവായത് 98,000 ഉറുപ്പിയാണ്, 1 ലക്ഷം തികഞ്ഞിട്ടില്ല. ഈ പാട്ടുകളുടെ പേരിൽ തന്നെ ലക്ഷക്കണക്കിന് 10-35 ലക്ഷം കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ അന്ന് ആ പാട്ട് അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് പിക്ചറൈസ് ചെയ്യായിരുന്നു എന്ന് തോന്നലുണ്ട്. ഇന്നൊരു പാട്ടിന് വേണ്ടിയിട്ട് നമ്മൾ US-ലും കാനഡയിലും എവിടെയൊക്കെ പാട്ടിന് വേണ്ടി നോൺ ഫിലിം സോങ്സ് ആയിരിക്കും ഇനിയുള്ള അടുത്ത. അതെ, ഈ നോൺ ഫിലിംസിൻ്റെ ഒരു മേഖലയാണ് നല്ലത്. കാരണം സിനിമയെന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു ഇപ്പം തന്നെ റാപ്പ് മ്യൂസിക് വരുന്നുണ്ട്. ഇപ്പം തരംഗിണി തന്നെ മലയാളത്തിൽ നല്ലൊരു കൾച്ചർ അത് കൊണന്നു, നോൺ ഫിലിമിൻ്റെ ഒരു കൾച്ചർ. അപ്പോൾ ആ കൾച്ചർ പോയി. അത് കഴിഞ്ഞിട്ടിപ്പോൾ പലരും ആർക്കും മ്യൂസിക് ചെയ്യാം, ആർക്കും പാട്ടുകൾ അപ്ലോഡ് ചെയ്യാം, അങ്ങനത്തെ ഒരു അവസ്ഥ എത്തി. അപ്പോൾ അതുകൊണ്ട് സങ്കടം താച്ച ക്വാളിറ്റി കുറഞ്ഞു വരികയാണ്. പലപ്പോഴും നമുക്ക് കിട്ടുന്ന പാട്ടുകളൊന്നും നമ്മുടെ ഒരു ആസ്വാദന ലെവലിലേക്ക് വരുന്നില്ല. എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. പക്ഷെ ഓരോ കാലഘട്ടത്തിലാണ്. ഇപ്പോൾ റാപ്പ് മ്യൂസിക്കിൻ്റെ ഒരു കാലമാണ്. റാപ്പ് മ്യൂസിക് നന്നാവണം. എനിക്ക് തോന്നുന്നത് അതിൻ്റെ ലിറിക്കൽ ആസ്പെക്റ്റാണ് ഏറ്റവും പ്രധാനം. അതിൽ ശ്രദ്ധിക്കേണ്ട വെറും പ്രകടനാത്മകതയിൽ മാത്രം ശ്രദ്ധിച്ചിട്ട് കാര്യമില്ല. ലിറിക്കൽ ആസ്പെക്റ്റ് അതിൽ ഡീപ്പായിരിക്കണം. അതിൻ്റെ കൺവേ ചെയ്യുന്ന അർത്ഥം വളരെ നമ്മൾ ഡിസ്റ്റർബിങ് ആയിരിക്കണം. അങ്ങനത്തെ ലിറിക്സൊക്കെ വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ അപൂർവമായിട്ട് വരുന്നു. അപ്പോൾ ഈ മാറി വരികയാണ്. നോൺ ഫിലിമായിട്ടുള്ള പാട്ടുകൾ ധാരാളം വരട്ടെ, ആസ്വദിക്കാൻ പറ്റട്ടെ. ജോബ് മാഷിനെ കുറിച്ചുള്ള അനുഭവങ്ങൾ എന്തൊക്കെയാണ്? എനിക്ക് സന്തോഷം ഇനി ജോബ് മാഷെ ചോദിക്കുക. കാരണം ജോബ് മാഷ് ആരാന്ന് പോലും പലർക്കും അറിയില്ല. അല്ലിയാമ്പൽ കടവിൽ എന്ന് പറയുന്ന പാട്ട് ധാരാളം പേര് ചെയ്തിട്ട് പാടുന്നുണ്ട്. പക്ഷെ ഇത് കമ്പോസ് ചെയ്ത് KV ജോബ് എന്ന് പറയുന്ന വളരെ പരമസാത്വികനായിട്ട് ഉള്ള ഒരു മനുഷ്യനാണ് എന്ന് പലർക്കും അറിയില്ല. ദാസേട്ടൻ എപ്പോഴും പറയാറുണ്ട്, പുള്ളി സിനിമയിൽ കണ്ടിട്ടുള്ള ഏറ്റവും സാധുക്കളായ 2 മനുഷ്യർ, ഒന്ന് ജോബ് മാഷും ഒന്ന് AT ഉമറുമാണ്. ആരോടും പകയില്ല, സ്പർദ്ധയൊന്നുമില്ല, കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിച്ച 2 മനുഷ്യർ. അങ്ങനെയാണ്. ജോബേട്ടനെ കാണാൻ പോയതൊക്കെ ഭയങ്കര രസമാണ്. എനിക്ക് ഈ അല്ലിയാമ്പലിൻ്റെ ക്രിയേറ്റർ ജോബ് മാഷാന്ന് അറിയായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ജോലിയായിട്ട് 91 കാലത്ത് കൊച്ചിയിൽ വന്നപ്പോഴാണ് ഇദ്ദേഹത്തെ പറ്റി ആർക്കും അറിയില്ല, എവിടെയാണെന്നോ എന്താണെന്നോ, അങ്ങനെ ആളാണോ അത് ചെയ്തതെന്ന് പോലും അറിയില്ല. അങ്ങനെ ഞാൻ എവിടെ നിന്നൊക്കെയോ ആരൊക്കെയോ വിളിച്ച് പുള്ളിയുടെ വീട്ടിൻ്റെ പരിസരത്ത് എത്തി. സെൻറ്റ് പോൾസ് കോളേജിൻ്റെ അടുത്ത് എവിടെയാണെന്ന് അറിയാം. അവിടെയൊക്കെ പോയി ചോദിച്ചാൽ ആ വഴിക്കുള്ള ആൾക്കാരോടൊന്നും ചോദിച്ചിട്ട് ആർക്കും അറിയില്ല അങ്ങനെ ഒരു മ്യൂസിക് ഡയറക്ടർ. അവസാനം ഏതോ ഒരാളിങ്ങനെ പറഞ്ഞു, ഒരാൾ ഇതിൽ പോകുന്ന കാണാൻ പറ്റും, മ്യൂസിക് എന്തോ പഠിപ്പിക്കുന്ന എന്തോ ഉണ്ട്, അതിനോട് ചോദിച്ചാൽ അറിയാമെന്ന്. ഞാൻ ചെന്ന് നോക്കുമ്പോൾ ഇതാണ് ജോബ് മാഷ്. അതൊരു ഭയങ്കര ഒരു അടുപ്പത്തിൻ്റെ തുടക്കമായിരുന്നു. കാരണം ജോബ് മാഷിൻ്റെ ഭാര്യയുണ്ട്, ചെറിയ കുട്ടികളുണ്ട്. മാഷിങ്ങനെ സിനിമയൊക്കെ വിട്ട് ഉപേക്ഷിച്ച് അവിടെ പള്ളിയായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് പാട്ടുകളൊക്കെ ജീവിക്കുകയാണ്. അപ്പോൾ ഭയങ്കര സാത്വികനാണ് മാഷ്. ആ കാലഘട്ടത്തിൽ ഇത്രയും വലിയൊരു ഹിറ്റ് പാട്ടാ ചെയ്ത് എന്നൊന്നും പുള്ളി അതിൻ്റെ ഒരു അഹങ്കാരവും ഇല്ല, അതിലും എനിക്കൊരു സംസാരിക്കില്ല. പക്ഷെ എനിക്ക് അദ്ദേഹത്തിൻ്റെ തന്നെ ചില ജീവിതത്തിലെ ചില മുഹൂർത്തങ്ങൾ പുള്ളി പങ്കുവെച്ച് എനിക്ക് ഓർമ്മയുണ്ട്. ആ പുള്ളിയുടെ വീട്ടിൻ്റെ മുകളിലൊരു മ്യൂസിക് റൂമുണ്ട്. നല്ല സിത്താറിസ്റ്റായിരുന്നു. അന്ന് സ്ട്രോക്കൊക്കെ വന്ന ഒരു സമയമാണ്, സിത്താറ് വായിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്നാലും എന്നെ വിളിച്ചു വരുത്തി അവിടെ സിത്താറൊക്കെ വായിച്ച് കേൾപ്പിക്കും. പുള്ളിയുടെ പാട്ടുകളൊക്കെ പാടിത്തരും. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പുള്ളി എന്നോട് പറഞ്ഞു, ഇങ്ങനെ അല്ലിയാമ്പൽ പെട്ടെന്ന് അങ്ങ് കയറി ഹിറ്റായി, ഭയങ്കര ഹിറ്റായി. അപ്പോൾ പലരും അതിനെക്കുറിച്ച് ഒക്കെ സംസാരിക്കാം. പുള്ളി അന്ന് മദ്രാസിലാണ്. അപ്പോൾ കേരളത്തിൽ ഇത് എത്ര വലിയ ഹിറ്റാന്ന് പുള്ളിക്ക് അറിയാനുള്ള സ്കോപ്പൊന്നുമില്ല, പറഞ്ഞിട്ടുള്ള അറിവുള്ളൂ. അപ്പോൾ അതിനിടയ്ക്ക് ഒരാൾ പുള്ളീനോട് വന്ന് പറഞ്ഞു, ഇങ്ങനെ ഒരു മ്യൂസിക് ഡയറക്ടർ, ഫേമസ് ഒരു മ്യൂസിക് ഡയറക്ടർ ഒരു സഭയിൽ വെച്ചിട്ട് നിങ്ങളുടെ ഈ പാട്ടിനെ പറ്റി സംസാരിച്ചു, വളരെ മോശമായിട്ട് സംസാരിച്ചിരുന്നു. അതെന്താ മോശമായിട്ട്?
അല്ല, അതൊരു പള്ളിപ്പാട്ടുമായിരുത്ത പാട്ടാണ്. അത് ഇത്ര വലിയൊരു സംഭവമുണ്ട്. ഇന്നലെ പെയ്ത മഴയ്ക്ക് മുളച്ച ഒരു തകര, അത് ഇത്ര ആഘോഷിക്കാനുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര, അത് സത്യമാണോ ഇല്ലയോ ഏഷണി കൂട്ടിയാണോ എന്ന് നമുക്കറിയില്ല. പക്ഷേ ഇദ്ദേഹം വളരെ എമോഷണൽ ആയിട്ടുള്ളൊരു ക്യാരക്ടർ ആയതുകൊണ്ട് മാഷ് അതോടുകൂടി തകർന്നു. എന്നോട് പറഞ്ഞ മാഷ്, ഞാൻ റെസ്പെക്ട് ചെയ്യുന്ന മ്യൂസിക് ഡയറക്ടറാണ് അത് പറഞ്ഞതെന്നാണ് ഞാൻ കേട്ടത്. അങ്ങനെ ഒരാൾക്ക് എൻ്റെ പാട്ടിനെ പറ്റി അതാണ് അഭിപ്രായമെങ്കിൽ അതായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. പുള്ളി ഉടനെ പാക്ക് ചെയ്യാണ് നാട്ടിലേക്ക് മടങ്ങാൻ. ഇനിയൊരു സിനിമ വേണ്ട, അടുത്ത സിനിമ പുള്ളി 2-3 ഓഫർ കിട്ടി, അത് വേണ്ടാന്ന് വെച്ചാൽ പുള്ളി വളരെ നിരാശനായിട്ട് പോവാണ്. അപ്പോഴും ഈ പാട്ട് ഭയങ്കര ഹിറ്റാന്നൊന്നും പുള്ളിക്ക് അതിനെക്കുറിച്ച് ബോധവാനല്ല. ആ തലേന്ന്, അതായത് പുള്ളി പുറപ്പെടാൻ ഉദ്ദേശിച്ചതിൻ്റെ തലേന്ന് പുള്ളിക്ക് ഒരു കത്ത്, ഒരു ഇൻലൻഡ് കിട്ടുകയാണ്. അതെനിക്ക് കാണിച്ചു തന്നു. ആ ഇൻലൻഡ് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, മിസ്റ്റർ ജോബ്, നിങ്ങളെ എന്നെ പരിചയം ഉണ്ടാവുമായിരിക്കും, പക്ഷെ നമ്മൾ വലിയ അടുപ്പമൊന്നുമില്ല. നിങ്ങളുടെ പാട്ട് ഞാൻ കേട്ടു, വളരെ നന്നായിരിക്കുന്നു, ഇനി ഇതുപോലുള്ള പാട്ടുകൾ ചെയ്യണം, ദേവരാജൻ. അപ്പോൾ ജോബ് മാഷ് ആ മോമെൻറ്റിൽ പുള്ളി കരഞ്ഞു എന്ന് പറഞ്ഞ് വായിച്ചിട്ട്, ആ മോമെൻറ്റിൽ പുള്ളി തീരുമാനിച്ചു പോകുന്നില്ല, ഇനി കുറച്ച് പടം കൂടി ചെയ്യുന്നു. അപ്പോൾ അത്ര വലിയ അടുപ്പമൊന്നുമില്ല. സിത്താറ് വായിക്കാനൊക്കെ പോകുന്നല്ലാണ്ട് മാഷ് ഇങ്ങനെ ഒരാൾ പറയുന്നോ അങ്ങനെ. അത് മാഷോട് ഞാൻ പിന്നെ ചോദിച്ചിട്ടുണ്ട്, മാഷോട് പിന്നീട് ഈ കഥ ഞാൻ ജോബ് മാഷ് പറഞ്ഞു. അപ്പോൾ മാഷ്ക്ക് അതൊക്കെ മറന്നുപോയി. മാഷ് പറഞ്ഞു എൻ്റെ അടുത്ത്, എന്നിട്ട് ഈ പാട്ട് എനിക്ക് പാടി കേൾപ്പിച്ചു, ഈ അല്ലിയാമ്പൽ പുള്ളി. എന്നിട്ട് പറഞ്ഞു, ഇത്രയും കാലത്തിന് ശേഷം ആ പാട്ട് എനിക്ക് ട്യൂൺ ഓർത്തെടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് നല്ല പാട്ടായിരുന്നു എന്നാണെന്ന് പറഞ്ഞു. അതുപോലെ പുള്ളി ഈ വളരെ എമോഷണൽ ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ഇപ്പോൾ പുള്ളി എനിക്ക് തോന്നുന്നത് ഈ നല്ലൊരു പാട്ട് വല്ലാത്ത പഹയൻ എന്ന് പറഞ്ഞ സിനിമയിൽ കടലലറുന്നു കാറ്റലറുന്നു എന്ന് പറഞ്ഞൊരു പാട്ട് കമ്പോസ് ചെയ്യുന്നു. അപ്പോൾ അത് കമ്പോസ് ചെയ്ത സമയത്ത് കമ്പോസ് ചെയ്ത് അത്യാവശ്യം പുറത്തൊക്കെ വന്ന സമയത്താണോ എനിക്ക് തോന്നുന്നു, ഒരാൾ വന്ന് പുള്ളിനോട് പറഞ്ഞു ഇങ്ങനെ, അല്ല മാഷെ ഇതിപ്പോൾ മറ്റേ പാട്ടിൻ്റെ ട്യൂണാണല്ലോ ഇത്. ഏത് പാട്ട്? അല്ല, സലിൽ ചൗധരിയുടെ കാടാറ് മാസം നാടാറ് മാസം ട്യൂണാണല്ലോ. അപ്പോൾ ജോബ് മാഷ് അത് കേട്ടിട്ടില്ല. സത്യം പറയാം, പുള്ളി ഈ രാഗം വെച്ച് കലാവധി രാഗത്തിൽ ചെയ്തതുള്ളൂ. അപ്പോൾ പുള്ളി അന്ന് കേൾക്കണമല്ലോ എന്ന് വെച്ച് കേട്ട് നോക്കുമ്പോൾ സെയിം നല്ല സിമിലാരിറ്റി ഉണ്ട്. അതോടെ പുള്ളി തീരുമാനിച്ചു ഇനി പറ്റില്ല, പുള്ളി വീണ്ടും നാട്ടിലേക്ക്. അപ്പോൾ പലരും അങ്ങനെയല്ല മാഷ് ഇത് യാദർച്ഛികമായിട്ട് ചെയ്തായിരിക്കും. അങ്ങനെയല്ല, ആളുകൾ അത് മോശമായിട്ട് ചിന്തിക്കില്ലേ. അങ്ങനെയാണ് പുള്ളി നാട്ടിലേക്ക് തിരിച്ചു വരുന്നത്. പുള്ളി എന്നോട് പറഞ്ഞു, അതോടുകൂടി ഞാൻ വേണ്ട, സിനിമ എനിക്ക് പറ്റിയ സ്ഥലമല്ല എന്ന് പറഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു വന്നു പറഞ്ഞു. അങ്ങനെ തിരിച്ചു വന്ന് പുള്ളി കുറേ ഡിവോഷണൽസ് ഇതൊക്കെ ചെയ്തു. ധാരാളം തരങ്കിണി യേശുദാസിന് വലിയ ഇഷ്ടമാണ്. യേശുദാസിന് ജോബ് മാഷ വലിയ ഇഷ്ടം. അതുകൊണ്ട് തരങ്കിണിക്ക് വേണ്ടിയിട്ട് ക്രിസ്ത്യൻ ഡിവോഷനിൽ ജീവിച്ചു. അങ്ങനെ വലിയ മോഹങ്ങളൊന്നും ഇല്ലാതെ ജീവിച്ചു. അതിനിടയ്ക്ക് വേറൊരു കഷ്ടം, ഒരു ഇതിലും കൂടി എനിക്ക് പങ്കാളിയാവാൻ പറ്റി. അതായത് പുള്ളി ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ അന്ന് കൊച്ചിയൊക്കെ വിട്ട സമയമാണ്, ഒന്ന് വരണം എൻ്റെ ഒന്ന് വരണം, എനിക്കൊരു കാര്യം പറയാനുണ്ട്, വേറെ ആരോടും പറയാനില്ല. ഞാൻ പറഞ്ഞു വന്നു. അപ്പോൾ എന്താ വെച്ചാൽ അതിൻ്റെ ഒരു മാസം മുന്നേ മറ്റേ ബാബുരാജ് നൈറ്റ്, ഒരു ബാബുരാജ് അക്കാഡമിക്ക് വേണ്ടി വലിയൊരു മെഗാ പ്രോഗ്രാം കോഴിക്കോട് നടന്നിരുന്നു. ഷാരൂഖ് ഖാനൊക്കെ വന്നിരുന്നു, ജൂഹി ചൗളയൊക്കെ വന്ന വലിയൊരു സംഭവമായിരുന്നു. എല്ലാ സിംഗേഴ്സ് യേശുദാസൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊരു പാട്ട് ഉണ്ട്, ഞാൻ ഉറങ്ങാൻ പോകും മുംബൈ, ജാനകിയമ്മ പാടിയൊരു പാട്ടാണ്. അതും പാടിയിരുന്നു. അപ്പോൾ അത് ജോബ് മാഷ പാട്ടാണ്. ബാബുരാജ് നൈറ്റിൽ ബാബുരാജൻ്റെ എന്ന് വെച്ചിട്ട് പാടിയിരിക്കുന്ന പാട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, മാഷ അത് ജോബ് മാഷ പാട്ടാണല്ലോ, പിന്നെ എങ്ങനെയാ വരും? അല്ല, അത് ആ സിനിമയിൽ മറ്റു പാട്ടുകളൊക്കെ ബാബുരാജാണ് ചെയ്തിട്ടുള്ളത്, അപ്പോൾ ഇതും ബാബുരാജെന്ന് വെച്ചിട്ട് അവർ തെറ്റി ചെയ്തതാണ്. പക്ഷെ എനിക്കത് വലിയ വിഷമമായി. അത് കാസറ്റിലൊക്കെ അങ്ങനെ വന്നു എന്ന് കേട്ടു. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു പാട്ട് എനിക്ക് വലിയ ഇഷ്ടം, പള്ളികളിലൊക്കെ പാടുന്നൊരു പാട്ടാണ്, ഞാൻ ഉറങ്ങാൻ പോകും മുമ്പ് എന്നൊരു പാട്ടാണ്, അസല പാട്ടത്. അപ്പോൾ ഞാനത് എഴുതിയിട്ട് അവർ മാപ്പ് പറഞ്ഞു മാഷോട്. മാഷ് വലിയ ഒരു മാഷ്ക്ക് വലിയ സന്തോഷമായി. അവസാന കാലമാണത്. ആ സന്തോഷത്തോടെ കൂടെയാണ് പുള്ളി യാത്ര പറഞ്ഞത്. എനിക്ക് തോന്നുന്നത് എൻ്റെ കല്യാണത്തിന് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ആളുകൾ, അതായത് സിനിമയിലൊന്നും ആഘോഷിക്കപ്പെടാതെ പോയ ആളുകൾ ഇഷ്ടം പോലെ. പ്രതാപ് സിംഗ് 1-2 സിനിമ, വളരെ കുറച്ച് സിനിമകളെ, പക്ഷെ അസാധ്യമായിട്ട് വിമുഖ ശോക സ്മൃതികൾ ഉയർത്തി എന്നൊരു പാട്ട് പാടിയിട്ടുണ്ട്, രാധാ വിശ്വനാഥ് പാട്ട് കമ്പോസ് ചെയ്തിട്ടുണ്ട്. അസാധ്യ പാട്ടത്. പക്ഷെ അവരൊക്കെ ആണ് ഈ പാട്ടുകൾ ചെയ്തിട്ടുള്ളതെന്ന് പലർക്കും അറിയില്ല. അപ്പം അങ്ങനെയുള്ള ആളുകളെ വെളിച്ചത്ത് കൊണ്ടുവരാൻ കഴിയുന്നു എന്നുള്ളതാണ് എനിക്കിതിലൊരു വലിയ നേട്ടമായിട്ട് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മൾ കൂടുതൽ പേരിലേക്ക് ഇവരുടെ കഴിവുകൾ എത്തിക്കുക, ഇവരുടെ കോൺട്രിബ്യൂഷൻസ് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു സന്തോഷമുള്ള കാര്യം.
ആകാശദീപങ്ങൾ സാക്ഷി എന്നുള്ള എനിക്ക് തോന്നുന്നു അതിന്റെ ട്രാക്ക് പാടിയത് ദാസേട്ടന് വേണ്ടിയിട്ട് ജയചന്ദ്രൻ. അതെന്നോട് ഗിരീഷ് പറഞ്ഞതാ. ഗിരീഷുമായിട്ട് വളരെ വർഷങ്ങളായിട്ടുള്ള അടുപ്പാണ്. ഗിരീഷ് സിനിമയിലൊക്കെ വരുന്നതിന് മുന്നേ. അപ്പോൾ ഗിരീഷ് എല്ലാ പാട്ടുകളും കഴിഞ്ഞ ഓരോ കഥ പറയും എൻ്റെ അടുത്ത്. അപ്പോൾ ഗിരീഷ് എൻ്റെ അടുത്ത് പറഞ്ഞു, ജയേട്ടനെ കണ്ടപ്പോൾ ഞാൻ ഒരു ദിവസം പറഞ്ഞു, ജയേട്ടാ നിങ്ങളെ ദാസേട്ടൻ്റെ അടുത്ത് ഒരു 500 റുപ്യ വാങ്ങണം കേട്ടോ. അതെന്താ, അല്ല നിങ്ങളുടെ ഒരു അക്ഷരം ഉണ്ട് ആ പാട്ടിൽ. അപ്പോഴാണ് എനിക്ക് പിന്നെ മനസ്സിലായത് ഈ പാട്ട് ആകാശദീപങ്ങൾ ദാസേട്ടൻ പാടാൻ വേണ്ടിയിട്ട് ട്രാക്ക് പാടാൻ ആളെ കിട്ടിയില്ല. അപ്പൊ ജയേട്ടൻ വേറെ എന്തോ ഒരു ആവശ്യത്തിന് അവിടെ മറ്റേ അറിയാതെ പാടി അവിടെ ഇരിക്കുമ്പോൾ എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ജയേട്ടൻ പറഞ്ഞു, ഞാൻ പാടിത്തരാം, എന്താ ദാസേട്ടൻ്റെ പാട്ടല്ലേ, ഞാൻ പാടിത്തരാമെന്നാണ്. അത് രഞ്ജിത്തൻ ഉണ്ടായിരുന്നു അവിടെ. തീരുമാനിച്ച് ജയേട്ടനാണ് ട്രാക്ക് വാരി പാടി വെച്ചത്. പിന്നെ അത് ദാസേട്ടൻ വന്ന് പാടി. ദാസേട്ടൻ വന്നപ്പോൾ ചോദിച്ചു പോലും, ഇതെന്താ ജയേന്ദ്രൻ പാടിയിട്ടുള്ളത്, ഇത് അയാളെ കൊണ്ട് അല്ലല്ല അത് കുഴപ്പമില്ല, ജയേട്ടൻ വെറുതെ പാടിയെന്ന് പറഞ്ഞിട്ട് സമ്മതിച്ചിട്ടാണ് ദാസേട്ടൻ പാടിയത്. അപ്പോൾ അങ്ങനെ പാടിയപ്പോൾ അതിലെന്തോ ഒരു അക്ഷരം 1-2 അക്ഷരം ഇങ്ങനെ ചെറിയൊരു പ്രശ്നം വന്നു ആ റെക്കോർഡിങ്ങിൽ. ദാസേട്ടനാണ് ഇവിടെ ഇല്ല മാറ്റി പഠിക്കാൻ. അവസാനം എന്നിട്ട് അവർ തീരുമാനിച്ചു, മ്യൂസിക് ഡയറക്ടർ തീരുമാനിച്ചു, ഇത് ജയേട്ടൻ പാടിയ ട്രാക്ക് വലിയ വ്യത്യാസമില്ല, ശബ്ദം കേൾക്കുമ്പോൾ 1 അക്ഷരം 2 അക്ഷരങ്ങൾ അത് തന്നെ അതിൽ കീപ്പ് ചെയ്തു. അപ്പോൾ അതിന് സാക്ഷിയാണ് ഗിരീഷ്. അപ്പൊ ഗിരീഷ് എൻ്റെ അടുത്ത് പറഞ്ഞ ഈ സംഭവം ആ പടം അവാർഡ് അടിക്കുകയും ചെയ്തു. അത് സദ്യ പാട്ടായിരുന്നു. ജയേട്ടൻ്റെ പാട്ട് നല്ല പാട്ടായിരുന്നു. അറിയാതെ ജയേട്ടൻ ഭയങ്കര രസികൻ ക്യാരക്ടറാണ്. പുള്ളിക്ക് ഈ പറഞ്ഞ മാതിരി വലിയ വലിയ മോഹങ്ങളൊന്നുമില്ല. എൻജോയ് ചെയ്തിട്ട് സംസാരപ്രിയനാണ്. മറ്റുള്ളവരുടെ പാട്ടുകളെ പാടുള്ളൂ. എൻ്റെ ജീവിതത്തിൽ സത്യം പറഞ്ഞാൽ ഏറ്റവും നിർണായകമായിട്ടുള്ള സാന്നിധ്യമാണ് ജയേട്ടൻ. കാരണം ഞാൻ ഇവരെയൊക്കെ പരിചയപ്പെടുന്നത്, ഇവർ പ്രഗത്ഭരായിട്ടുള്ള എത്രയോ പേരെ പരിചയപ്പെടുന്നത് ജയേട്ടൻ്റെ വഴിയാണ്. പുകഴേന്തി ആയാലും ശരി, MSB ആയാലും, PB ശ്രീനിവാസ് ഒക്കെ മറക്കാൻ പറ്റില്ല. BBSൻ്റെ ഒക്കെ കൂടെ ഞങ്ങളുടെ യാത്രകൾ കാറിൽ ഞാനും വേണുവും നമ്മൾ വേണുഗോപാലും PBSും കൂടി. വേണു എന്ന ആകാശവാണിയിലാണ് മദ്രാസിൽ. അപ്പോൾ ഞങ്ങൾ രാത്രി PBS ദിവസവും വുഡ്ലാൻഡ്സ് ഡ്രൈവ് ഇൻ റെസ്റ്റോറൻറ്റ് വരും വൈകുന്നേരം. എന്നിട്ട് പൊങ്കലൊക്കെ കഴിച്ചും കൊണ്ട് പുള്ളി ഇങ്ങനെ കവിത എഴുതും. എല്ലാ ഭാഷയിലും കവിത എഴുതും. തെലുങ്ക്, കന്നഡ, ഹിന്ദി എല്ലാവരും കവിത എഴുതും. അപ്പോൾ എന്നെ പറ്റിയും വേണുവിനെ പറ്റിയൊക്കെ കവിത എഴുതിയിട്ടുണ്ട്. അത് ഞാൻ എടുത്ത് വെച്ചിട്ടത്. അപ്പോൾ ആ കവിതയൊക്കെ എഴുതി തരും. എന്നിട്ട് ഞങ്ങൾ ഒരു ദിവസം പുള്ളീനെ വീട്ടിൽ കൊണ്ട് വിടുക, വേണുവിൻ്റെ കാറിൽ. അപ്പോൾ ഞാൻ വേണു മുമ്പിലിരിക്കും, ബാക്കിൽ ഇങ്ങനെ ഇരുന്നിട്ട് പാട്ട് പാടും. ഞങ്ങളിങ്ങനെ ഓരോ പാട്ട് പഠിക്കും. നിലവേ എന്നിടം നിരുങ്കാതെയൊക്കെ ഇങ്ങനെ PBSൻ്റെ കാസ് പാട്ടുകളല്ലേ അതൊക്കെ. മൗനമേ പാർവയിൽ എന്നൊക്കെ ഒരു പാട്ടൊക്കെ പാടും. അപ്പോൾ അത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. രാത്രി നല്ല മഴയുള്ള രാത്രി ഇങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഇരുട്ടിലിരുന്നിട്ട് രാത്രി എന്നൊരു പാട്ടുണ്ട്, 7 രാത്രികൾ PBS പാടിയ രാത്രി രാത്രി എന്നൊരു പാട്ടുണ്ട്. അതിങ്ങനെ പാടി പുള്ളി. ഭയങ്കര, ഞാനൊക്കെ ആലോചിച്ച് ഇങ്ങനെ നുള്ളി നോക്കി സ്വപ്നത്തിൽ. കാരണം നമ്മൾ സ്വപ്നത്തിലൊന്നും പോലും ചിന്തിക്കുന്നില്ല ഇങ്ങനെ ഒരു പാട്ട് ഇദ്ദേഹം പാടി കേൾക്കുന്നുള്ളത്. അപ്പം അദ്ദേഹം ഇങ്ങനെ ബാക്കിൽ ഇരുന്നിട്ട് ആ രാത്രി എന്നുള്ള പാട്ട് ഇങ്ങനെ കേൾക്കുന്നു. ഞാൻ വേണു ഡ്രൈവ് ചെയ്യുന്നു, ഞാനിത് കേൾക്കുന്നു. അതൊക്കെ ജീവിതത്തിൽ വലിയ അപൂർവ സുന്ദര ഓർമ്മകളാണ്. ഇന്നൊന്നും അവരൊന്നും ഇല്ല, എത്രയോ അവരൊക്കെ വാനിഷ് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ ആ പാട്ടുകൾ കേൾക്കുമ്പോൾ അതൊക്കെ ഓർമ്മ വരും. വിദ്യാസാഗർ ജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മലയാളികളുടെ മനസ്സറിഞ്ഞ് അല്ലേ. പിന്നെ വിദ്യാജി ഞാൻ ആദ്യം കാണുന്നത് എനിക്കൊന്ന് പൂമണം, അത് പസും പൊൻ എന്ന് പറഞ്ഞ സിനിമ റെക്കോർഡിങ് സമയത്താണ്. അപ്പം എൻ്റെ ഒരു കസിൻ ഉണ്ട്, മാധവേട്ടൻ എന്ന് പറയും, മാധവദാസ്. പുള്ളി മാഗ്ന സൗണ്ടിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിരുന്നു. അന്ന് വലിയ സിനിമകളുടെ ആൽബംസൊക്കെ അവരെ ചെയ്തിരുന്നു. അപ്പോൾ മാധവേട്ടൻ ഒരു ദിവസം മദ്രാസിൽ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, നമുക്കൊന്ന് റെക്കോർഡിങ്ങിന് പോകാം പശുംപൊന്നിൻ്റേത്. അപ്പോൾ പശുംപൊന്നിൻ്റെ റെക്കോർഡിങ് സമയത്ത് ഇദ്ദേഹമാണ് മ്യൂസിക് ഡയറക്ടർ. അപ്പോൾ വന്നിട്ടേ ഉള്ളൂ, അധികമൊന്നും ആയിട്ടില്ല. നല്ല ചുള്ളനായിട്ട് ഇങ്ങനെ നല്ല ഡയലോഗ് അടിച്ച് ഞാനിങ്ങനെ പരിചയപ്പെടുത്തി സംസാരിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇങ്ങനെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഈ ജാനകിയമ്മയുടെ ഒരു പാട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, സാധ്യമായിട്ട് പാടി. ഞാൻ പുള്ളി ഇനി പാടി തന്നു മലരേ മൗനമ. SPBയും ജാനകിയും കോമ്പറ്റീഷൻ, ഭയങ്കര സ്പിരിറ്റഡ് കോമ്പറ്റീഷനായിട്ട് പാടി. എനിക്ക് ഭയങ്കര ഹോപ്പുള്ള പാട്ടാണെന്നൊക്കെ പറഞ്ഞു. എനിക്കിവിടെ ഓർമ്മയുണ്ട്. പിന്നെ ആ പാട്ട് കേൾക്കുമ്പോഴാണ് പിന്നെ വീട്ടിലൊക്കെ വരാറുണ്ട്, ഞാൻ അവിടെയും പോയിട്ടുണ്ട്. വിദ്യാജി എന്താ വെച്ചാൽ കവിത ഇഷ്ടമുള്ള ഒരാളാണ്, നല്ലൊരു കവിയാണ്, ഒരു നല്ല എക്സ്ട്രീം റൊമാൻറ്റിക് ആണ്. അപ്പോൾ ഞാനെപ്പോഴും പറയും, വിദ്യാജി നിങ്ങൾ റൊമാൻറ്റിക് ആയതുകൊണ്ടല്ലേ ഈ പാട്ട്, രസമുള്ള പാട്ടുകളാണ് ആ പാട്ട്.
ആരോ വിരൽ നീട്ടി, പ്രണയവർണ്ണങ്ങള്. എത്രയോ ജന്മമൊക്കെ മലയാളിയുടെ മനസ്സറിഞ്ഞ് കമ്പോസ് ചെയ്തിട്ടുള്ള ആൾ തന്നെയാണ്. SPB എനിക്ക് തോന്നുന്നു ജാനകിയമ്മ പാടി അത് കേട്ടപ്പോഴാണ് അതെ അതെ. നൈറ്റില് രാത്രി വന്നിട്ട്, സാധാരണ രാത്രി വൈകി പുള്ളി റെക്കോർഡ് ചെയ്യാറില്ല. അവർ സ്റ്റേജിൽ പാടുമ്പോഴും അതിൻ്റെ ഒരു ഭയങ്കര കെമിസ്ട്രിയാണ്. SPB ഒരു എന്താ പറയുക, എനിക്ക് ഭയങ്കര അടുപ്പമൊന്നുമില്ല SPB ആയിട്ട്. അറിയാം, ദാസേട്ടൻ്റെ 60ാം പിറന്നാളിന് പോയപ്പോൾ SPB എനിക്ക് എഴുതി, അവിടെ നിന്ന് തന്നെ എഴുതി ദാസേട്ടനെ പറ്റിയിട്ടൊക്കെ തന്നിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് സംസാരിക്കാറൊക്കെ ഉണ്ടായിരുന്നു. അവർ റോയൽ ആൽബർട്ട് ഹാളിൽ ഒരു പരിപാടി നടത്തി, SPBയും യേശുദാസും ചിത്രയും കൂടി. അപ്പോൾ ഞാനാണ് അതിനെക്കുറിച്ച് എഴുതിയത്, ഇങ്ങനെ സംഭവം വരുന്നു പറഞ്ഞിട്ട്. അപ്പോൾ പുള്ളി അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ എനിക്ക് തന്നൊക്കെ പുള്ളിയാണ് അങ്ങനെ സംസാരിക്കേണ്ടത്. പക്ഷെ ഒരു വെച്ചാൽ നമ്മളൊരു നല്ല കലാകാരൻ നല്ല മനുഷ്യനും കൂടിയാവണമെന്ന് നിർബന്ധമില്ല. നമ്മൾ കണ്ടിട്ടുള്ള പല ആളുകളും അങ്ങനെ അല്ല. എഴുത്തുകാരുണ്ടാവാം, മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ടാവാം, പാട്ടുകാരുണ്ടാവാം. അവരുടെ കോൺട്രിബ്യൂഷൻസ് നമ്മൾ നോക്കിയിട്ട് അവരെ വിലയിരുത്തുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവരിങ്ങനെയൊക്കെ ആയിരിക്കുന്നു. പക്ഷെ അങ്ങനെ ആവണമെന്നില്ല. പക്ഷെ ഇത് അങ്ങനെ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ആ നന്മ, അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിലുള്ള നന്മ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം എന്ന് എനിക്ക് വിശ്വസിക്കുന്നത്. ചില ആളുകളൊക്കെ നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ പെരുമാറിയിട്ടുണ്ട്. എന്തിനാ അവരൊക്കെ പരിചയപ്പെട്ടെന്ന് തോന്നാറുണ്ട്. പക്ഷെ SPBയെ പോലുള്ള ആളുകളെ കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നില്ല. ജയേട്ടൻ അതുപോലെ തന്നെയാണ്. ഇങ്ങനത്തെ ഒരു കുറച്ച് എക്സെൻട്രിസിറ്റി ഒക്കെ ഉള്ള ഒരാൾ, ദേഷ്യം ഒരു ഇടയ്ക്ക്. അമാതിരി ദേവരാമാഷ് അങ്ങനെയാണ്. അതിന് ഒരു ക്യാമറ ഓൺ ചെയ്യുമ്പോൾ വേറൊരു മുഖം, അല്ലെങ്കിൽ എഴുതുമ്പോൾ ഇൻ്റർവ്യൂവിൽ വേറൊരു മുഖം, അതൊന്നുമില്ല. ഇഷ്ടമില്ലെങ്കിൽ ഇഷ്ടമില്ല, അത്രേ ഉള്ളൂ. ഞാനിങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, ഒരാൾ ഫോൺ ചെയ്യാണ്, മാഷ ഒരു ഇൻ്റർവ്യൂ വേണം എന്നാണ് പറഞ്ഞു തരാം. അയാൾ അപ്പുറത്ത് എനിക്ക് മനസ്സിലായി. മാഷ എനിക്ക് വേണ്ട, ഇത്രയേ ഉള്ളൂ. ഭയങ്കര ഹ്യൂമർ, ഇതായിട്ട് ബ്ലാക്ക് ഹ്യൂമറാണ് പുള്ളി. മാഷിന്റെ എനിക്ക് തോന്നുന്നത് സംഗീതത്തിലെ മ്യൂസിക് പോലും അല്ലേ പാടിക്കൊണ്ടാണ്. ഇന്റർലൂഡ്സ് ഒക്കെ പുള്ളി ഓരോ ഇൻസ്ട്രുമെന്റ്. ഇപ്പൊ പണ്ടത്തെ മ്യൂസിക് ഡയറക്ടേഴ്സ് പലരുടെയും ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ RK ശേഖറിന്റെ സപ്പോർട്ടാണ്. RK ശേഖറാണ് പലരുടെയും ഓർക്കസ്ട്രേഷൻ ഒക്കെ നിർവഹിച്ചിരുന്നത്. ട്യൂൺ മേക്കേഴ്സ് ആയിരുന്നു പല മ്യൂസിക് ഡയറക്ടേഴ്സും. ബാക്കിയെല്ലാം അതിന് അലങ്കാരപ്പണി മുഴുവൻ RK ശേഖറാണ്. കാരണം ഇവർക്ക് ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്നതിലുള്ള പരിമിതികളൊക്കെ ഉണ്ടായിരുന്നു. ജയറാം മാഷെ സംബന്ധിച്ച് അതേ നൊട്ടേഷൻ എഴുതി കൊടുക്കും. രാഘവൻ മാഷും അങ്ങനെയായിരുന്നു, ഇളയരാജ അങ്ങനെയാണ്. നൊട്ടേഷൻ കൃത്യമായിട്ട് ഇന്ന ഇൻസ്ട്രുമെൻ്റ് അവിടെ വരണം, ആ ഫ്ലൂട്ടിൻ്റെ ബിറ്റ് ഇങ്ങനെ വരണം, അതിനെ ഓവർലാപ്പ് ചെയ്തിട്ട് ഇത് വരണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുമായിരുന്നു. അതിനപ്പുറത്തേക്ക്, കാരണം ആ പാട്ടിൻ്റെ ചക്രവർത്തി ഞാനാണ്. പക്ഷെ എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സിനും അത് അങ്ങേ അവകാശപ്പെടാൻ പറ്റില്ല. കാരണം ട്യൂൺ മാത്രമേ പറഞ്ഞു കൊടുക്കുന്നുള്ളൂ, ബാക്കി മുഴുവൻ മറ്റുള്ളവരാണ്. ഇപ്പോൾ ഹിന്ദിയിലാണെങ്കിൽ സെബാസ്റ്റ്യൻ ഡിസൂസ, ആൻ്റണി ഗോൺസാൽവസ് എന്നൊക്കെ പറഞ്ഞ അസാധ്യ ടാലൻറ്റഡ് ആയിട്ടുള്ള ഗോവൻ മ്യൂസീഷ്യൻസ് ഉണ്ട്. അവരാണ് അതിൻ്റെ ഓർക്കസ്ട്രേഷൻ നിർവഹിക്കുന്നത്. ബാക്കി ട്യൂണേ ഇവരൊക്കെ പറഞ്ഞു കൊടുക്കുന്നുള്ളൂ പലരും. അപ്പോൾ അതൊരു ജോയിൻറ്റ് ഇതാണ്, കൂട്ടായ്മയാണ്. പക്ഷേ ഭാഷ കാര്യത്തിലും ഇളയരാജ കാര്യത്തിലൊക്കെ അവരാണ് അവരുടെ പാട്ടിൻ്റെ ചക്രവർത്തി. അതുകൊണ്ട് വേറെ ആർക്കും ഇതിൽ സ്വാധീനം ചെലുത്താൻ പറ്റില്ല. മ്യൂസിക്കിന്റെ നോട്ടാണ്. പിന്നെ മാഷ് എന്താ വെച്ചാൽ വേറെ ആർക്കും കേൾപ്പിച്ചു കൊടുക്കൂല. എനിക്ക് ആ പാട്ട് കേൾക്കണമല്ലോ എന്ന് പറഞ്ഞാൽ കേൾക്കണ്ട, ഇറങ്ങും, അപ്പോൾ കേട്ടാൽ മതി, എനിക്കറിയാം പറയും. അതൊക്കെയാണ് അങ്ങനത്തെ ആൾക്കാർ. വളരെ ഇനി ആ ജനസിൽപ്പെട്ട ആൾക്കാർ ഇനി ഉണ്ടാവുമെന്ന് അറിയില്ല. അവരെ പരിചയപ്പെടാൻ പറ്റി എന്നുള്ളതാണ് എൻ്റെ ഒരു ഭാഗ്യം. ഇതിപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഇത് എഴുതുന്നോ അല്ലെങ്കിൽ പാട്ടിനെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്നോ ഞാൻ വിചാരിക്കുന്നില്ലല്ലോ. ഒരു സ്പോർട്സ് ലേഖനായിട്ട് ഇങ്ങനെ ശിഷ്ടകാലം ജീവിച്ചു പോകാമെന്നേ വിചാരിച്ചിട്ടുള്ളൂ. എവിടെയോ ജീവിതത്തിൻ്റെ വഴുത്തിരി വെച്ചിട്ട് പാട്ടുകളും പാട്ടുകാരൊക്കെ ജീവിതത്തിൽ കടന്നു വന്നു. ജയേട്ടനെ പോലുള്ള ആളുകൾ, ദാസേട്ടനെ പോലുള്ള ആളുകൾ, അവരോടൊക്കെ ഇടപഴകാൻ ഉള്ള അവസരം ഉണ്ടായി. ഏത് പാതിരാത്രിക്കും ദാസേട്ടൻ വിളിക്കാറുണ്ട്, അങ്ങോട്ടും വിളിക്കാം എന്നുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഇത് കിട്ടി, അതൊരു ഭാഗ്യമാണെന്ന് എനിക്ക് തോന്നുന്നത്. അത് ഞങ്ങൾക്കും ആ ഭാഗ്യം ചേട്ടനിലൂടെ കിട്ടിയത് കേൾക്കാനും ആസ്വദിക്കും. കുറേ പേർക്ക് ഇഷ്ടമാണ്. രാത്രിയൊക്കെ വിളിക്കും ആൾക്കാർ. ചിലപ്പോൾ മദ്യപാന സദസ്സ് എന്നൊക്കെ ആയിരിക്കും വിളിക്കുക. ചിലർ ബെറ്റ് വെച്ചിട്ടൊക്കെ വിളിക്കും. പിന്നെ ചിലവർ അവരുടെ സങ്കടങ്ങൾ പറയാൻ വേണ്ടി വിളിക്കും. ചില പാട്ടുകൾ അവരുടെ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ടുള്ള ഷോക്കുകൾ, ആത്മഹത്യൻ്റെ വക്കുന്ന് ചില പാട്ടുകൾ രക്ഷപ്പെടുത്തിയ, ചില ദാമ്പത്യ ബന്ധങ്ങൾ തകർന്നത്, ഇങ്ങനത്തെ കുറേ സംഭവങ്ങൾ പറയാം. അവർ പേഴ്സണലായിട്ട് അവരുടെ ഒരു സ്വന്തം ആളായിട്ട് കണ്ടിട്ട് എന്നോട് പറയാറുണ്ട്. അപ്പോൾ അതൊക്കെ ഷെയർ ചെയ്യാൻ പറ്റും.
അതൊക്കെ ഒരു പാട്ടിനെ കുറിച്ച് എഴുതുന്നതുകൊണ്ടാണ് ഇതൊക്കെ പറ്റുന്നത്. അല്ലാതെ നമ്മളിപ്പോൾ സയൻസിനെ കുറിച്ചോ അല്ലെങ്കിൽ സാമൂഹിക ധ്രുവീകരണത്തിനെ കുറിച്ചോ സ്ത്രീപക്ഷ ഇതിനെപ്പറ്റിയൊക്കെ എഴുതിയാണ് ആള് വിളിക്കണമെന്നില്ല. പാട്ട് അത്രയും വൈകാരികമായിട്ട് ആളുകളെ ടച്ച് ചെയ്യുന്നതുകൊണ്ടാണ് വിളിക്കുന്നത്. എനിക്കിഷ്ടമാണ് ആളുകൾ സാധാരണ മനുഷ്യർ വിളിക്കും. ചിലപ്പോൾ നമുക്കൊന്ന് കിറുക്കാണെന്ന്, ഇത് ശരിയാണോ ഈ പാട്ടിൻ്റെ ഈ വരി എന്നൊക്കെ ചോദിച്ചിട്ട് ആൾക്കാർ വിളിക്കും. ചിലവർ ട്യൂൺ രണ്ടാമത്തെ വരി വെച്ചിട്ട് ഇതിൻ്റെ ആദ്യത്തെ വരി ഏതാണെന്ന് എനിക്ക് കിട്ടണില്ല, എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നത് കിട്ടിയില്ലെങ്കിൽ അത് പറഞ്ഞ് 3-4 ദിവസമായിട്ട് അവസാനം അത് കണ്ടെത്തേണ്ട ചുമതല എനിക്കായി. പിന്നെ എനിക്കായി ഭ്രാന്ത്. നമ്മളെപ്പോഴും ഒരു പാട്ടിൻ്റെ ട്യൂണ് മനസ്സിൽ വന്നിട്ട് ആ പാട്ടിൻ്റെ തുടക്കം കിട്ടിയില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാവും അല്ലേ? ഈ വരി ഏതായിരുന്നു എന്ന് നമുക്ക് ആലോചിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ഇതിൽ വരും. അങ്ങനെ എത്രയോ ആൾക്കാർ അങ്ങനെ വിളിക്കാറുണ്ട്. ഒരു രസമാണ് അതൊക്കെ. ഭീഷണിയുടെ സ്വരത്തിൽ ആരെങ്കിലും വിളിച്ചിട്ടുണ്ട്? അങ്ങനെയൊന്നുമില്ല. ചില ആൾക്കാർക്ക് എനിക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും രസമായ കാര്യം എന്താ വെച്ചാൽ, ഒരാളെ പറ്റി എഴുതിയില്ല അല്ലെങ്കിൽ മോശമായിട്ട് എഴുതി എന്നുള്ള പേരിൽ എന്നോട് ആരും ശത്രുത പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷെ വേറൊരാളെ പറ്റി നന്നായി എഴുതി എന്നുള്ള പേരിൽ പലരും ശത്രുക്കളായിട്ടുണ്ട്. ഒരാൾക്ക് ഒരു വലിയൊരു അവാർഡ് കിട്ടി നമ്മൾ എഴുതുകയാണെങ്കിൽ ഉടനെ മറ്റേ ആൾ വിളിക്കും, നിങ്ങൾ അയാളെ പറ്റി എന്തിനാണ് എഴുതുന്നത്, അയാൾ ഇത്ര വലിയ മെസ്സേജ്, അയാൾക്ക് ഇത്ര വലിയ അവാർഡൊക്കെ കിട്ടിയ ആളല്ലേ, അവാർഡൊക്കെ അയാൾ തട്ടിയെടുക്കുന്നതല്ലേ. കുഞ്ഞിശി ഇത് അംഗീകരിച്ചൂടെ? ഒരു മനുഷ്യൻ ചെയ്യുന്ന അയാൾക്കൊരു അംഗീകാരം കിട്ടുന്നു. ഇത് ഇങ്ങനെ പറഞ്ഞു. പക്ഷെ പുറത്ത് ഭയങ്കരമായിട്ട് നന്നായി പറയുകയും ചെയ്യും കേട്ടോ, അതും ഞാൻ കേൾക്കുന്നുണ്ട്. അതുപോലെ ഉണ്ണിമേനോൻ സാറിന് സ്ഥിതി എന്നുള്ള സിനിമയിലേക്ക് അഭിനയിപ്പിക്കാനുള്ള ഒരു നിമിത്തമായി. അതൊരു വലിയ സംഭവമാണ്. അതെനിക്ക് എപ്പോഴും അഭിമാനമുള്ള ഒരു കാര്യം. കാരണം ഒരു പാട്ട് അതുകൊണ്ട് കിട്ടിയില്ല മലയാളികൾക്ക്. അത് ഉണ്ണി ഞാനായിട്ട് വളരെ അടുപ്പാണ് ആദ്യം പോലെ. അപ്പോൾ ശരത്തും എൻ്റെ ഒരു ഫ്രണ്ടാണ്, ഡയറക്ടർ സ്ഥിതിയുടെ. അപ്പോൾ ശരത്ത് എന്നെ ഒരു വിളിച്ച് ചോദിച്ചു, ഇങ്ങനെ ഇതിലൊരു നായകനായിട്ടൊരു പാട്ടുകാരനെ നമുക്ക് അവതരിപ്പിച്ചാലോ, അങ്ങനെ എൻ്റെ ഒരു മനസ്സിൽ അങ്ങനെ ഒരു ഇതുണ്ട് പറഞ്ഞു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് വേണുവിനെ ഓർമ്മ വന്നു. കാരണം പെട്ടെന്ന് വേണു ഒരു സുമുഖനാണ്, കേള് അല്ല, കുറച്ചും കൂടി ഒരു മെച്യൂരിറ്റി വേണം. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ ഉണ്ണി അന്ന് മലയാളത്തിലധികം പാടുന്നില്ല. ഉണ്ണി നല്ല സുന്ദരനാണല്ലോ, ഉണ്ണി ഏതൊക്കെയോ ചെറിയ സീരിയൽ ഏതിലേക്കോ വന്ന മാതിരി ഓർമ്മയുണ്ട്. അപ്പോൾ ശരത്തിനും അത് ഓക്കെ. ശരത്ത് പറഞ്ഞു, ഒരു എന്ന് വിളിച്ചു ചോദിച്ചു, ഉണ്ണിയെ അറിയാലോ. അപ്പോൾ ഞാൻ ഉണ്ണിയെ വിളിക്കുക. അപ്പോൾ ഉണ്ണിയുടെ റിയാക്ഷൻ ആയാലും വലിയ തമാശ. ഉണ്ണി പറഞ്ഞു, ഇതെന്താ രവി എന്നെ കോമഡി ആക്കാൻ വേണ്ടി വിളിക്കുകയല്ലേ, അഭിനയിക്കാനോ? ഒരു പാട്ടെന്നെ മര്യാദയ്ക്ക് തരുന്നില്ല മലയാളം, പിന്നെ അഭിനയിക്കാൻ അല്ല ഉണ്ണി, ഇത് ഇയാൾ സീരിയസ് ആയിട്ട് ചോദിച്ചതാണ്. ഒരു പാരലൽ സിനിമ മാതിരത്തെ സിനിമയാണ്. അപ്പോൾ ഉണ്ണി ഒരു ഐഡിയ എന്നോട് പറഞ്ഞു, ഇങ്ങനെ എന്നാൽ എനിക്കൊരു പാട്ട് അതിൽ ചെയ്യാൻ പറ്റും, പാട്ട് പാടാൻ പറ്റുമെന്നു. അപ്പോൾ ഞാൻ ശരത്തിനെ വിളിച്ചപ്പോൾ ശരത്ത് ഓക്കെ, അതെങ്കിൽ അത് പാട്ടൊന്നും പുള്ളി ഉദ്ദേശിച്ചിട്ടില്ല തോന്നുന്നു, അങ്ങനത്തെ സിനിമയല്ലേ, അവാർഡ് സിനിമ. അപ്പോൾ ഇത് വളരെ ചെലവ് ചുരുക്കി എടുക്കുന്നൊരു പടുവാണ്. അപ്പോൾ അവസാനം ഉണ്ണി അത് മ്യൂസിക് ചെയ്ത് പാടുക എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയത്. അങ്ങനെ ഉണ്ണി അത് മ്യൂസിക് ചെയ്തു. 2 പാട്ടുണ്ടായിരുന്നു. അതിൽ ഒരു പാട്ട് നല്ല പാട്ടായിരുന്നു, സുജാത പാടിയ ഒരു പാട്ടുണ്ട്, ഓടലെണ്ണ വിളക്കിൽ. അത് പക്ഷെ സിനിമയിൽ യൂസ് ചെയ്തില്ല, നല്ല പാട്ടത്. ഈ പാട്ടൊരു കവിതയായിട്ട് ആണ് എഴുതിയത് ഓർമ്മ. അത് അസാധ്യമായിട്ട് കമ്പോസ് ചെയ്തു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ആദ്യം കേട്ടപ്പോൾ തന്നെ രോമാഞ്ചം വന്നു. കാരണം അത് ആ പടം ഇപ്പോൾ ഓർക്കപ്പെടുന്ന ആ പാട്ടിൻ്റെ പേരിലാണെന്നുള്ളതാണ്. അപ്പോൾ ഉണ്ണിക്കത് ശരിക്കും പറഞ്ഞാൽ മലയാളത്തിലേക്കുള്ള ഒരു 2ാം വരവിന് നിമിത്തമായത്. ഇപ്പോഴും ഈ ജനറേഷനും ഇഷ്ടപ്പെട്ട പാട്ടാണ്. അങ്ങനെ ചില ഭാഗ്യങ്ങൾ, ചില പാട്ടുകൾ നമ്മൾ ആദ്യം കേൾക്കും. ഇപ്പോൾ ജയരാജൊക്കെ ആദ്യം കൈതപ്പുറമൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ദേശാടനത്തിലെ കളിവീട് ഉറങ്ങിയില്ല ആദ്യം റെക്കോർഡ് ചെയ്തിട്ട് കേൾക്കുന്നതിൽ ഒരാൾ ഞാനാ. ആ വീട്ടിൽ ചെന്നപ്പോൾ ഫസ്റ്റിൽ ഇത് അഭിപ്രായം പറയണമെന്ന് പറഞ്ഞിട്ട് ആദ്യം റെക്കോർഡ് ചെയ്തു. അതുമാതിരി നീലരാവിലെന്ന് നിൻ്റെ, അത് ജയരാജ് അന്ന് ഈ പാട്ട് റെക്കോർഡ് ചെയ്തിട്ട് കാസറ്റിലാക്കിയിട്ട് ഞങ്ങൾ ഒരുമിച്ചൊരു മാരുതി വാനിൽ പോവുക, വെറുതെ ടൗണിൽ കറങ്ങി ഈ പാട്ട് ഇട്ട് കേൾപ്പിച്ച് എന്നൊക്കെ ഓർമ്മയുണ്ട്. അപ്പോൾ ആ പാട്ട് കേട്ടു. കുറേ പാട്ട് അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ, നമ്മൾ രമേശ് നാരായണൻ്റെ ഈ ആദ്യം കേൾക്കാൻ ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് പല പാട്ടുകളും. പിന്നെ അത് സിനിമയിൽ വന്ന് സൂപ്പർ ഹിറ്റൊക്കെ ആയി മാറി. അപ്പം അതൊക്കെയാണ് ഇതിൽ എഴുതുന്നതുകൊണ്ടുള്ളൊരു ഭാഗ്യം എനിക്ക് തോന്നുന്നു. അതേപോലെ MSVയുടെ ഒരു പാട്ടില്ലേ, കണ്ണുനീർ തുള്ളിയെ സ്ത്രീയോട്, അതിനൊരു കഥ ഉണ്ടല്ലോ. അത് സേതു സാറ് പറഞ്ഞാണ്. കെ സേതുമാണല്ലോ എൻ്റെ ഡയറക്ടർ.
അതിൽ ആ പണിതീരാത്ത വീട് സിനിമ. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ആ കാലഘട്ടത്തിൽ എപ്പോഴോ ഒരു ദിവസം ഒരു പെൺകുട്ടീനെയും കൊണ്ട് ആ കുട്ടിയുടെ അച്ഛൻ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി വന്നു. അപ്പോൾ കുട്ടി ചെറിയ കുട്ടിയാണ്. അപ്പോൾ സേതു സാർ പ്രത്യേകിച്ച് പറയും, ആര് സിനിമയിൽ ചാൻസ് ചോദിച്ചു വന്നാലും എഡ്യൂക്കേഷൻ എത്ര ഉണ്ടെന്ന് ചോദിക്കും. കാരണം വിദ്യാഭ്യാസം പൂർത്തിയാക്കാണ്ട് വെറുതെ സിനിമയിൽ വന്ന് അലഞ്ഞു നടന്നിട്ട് കാര്യമില്ല, എഡ്യൂക്കേഷനാണ് നിങ്ങൾക്ക് വേണ്ട ഏറ്റവും വലിയ സ്വത്ത്. പുള്ളി എപ്പോഴും പറയാറുണ്ട്, പുള്ളീനോടും പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഈ കുട്ടീൻ്റെ അച്ഛനോടാണ്. പക്ഷേ ഇവർ ഒരു സിനിമയോട് അഭിനിവേശമൊത്ത് വന്നിരിക്കുക. ആ കുട്ടിയുടെ അച്ഛനും പ്രത്യേകിച്ച് എങ്ങനെയെങ്കിലും അഭിനയിപ്പിക്കണം എന്ന് എത്ര പറഞ്ഞിട്ടും അത് മനസ്സിലാവുന്നില്ല. അവസാനം സേതു സാറ് പറഞ്ഞു, എൻ്റെ ഉപദേശം ഇതാണ്, എനിക്ക് ചാൻസ് ഉള്ള സമയമാണ് ഞാൻ വിളിക്കാം, പക്ഷേ പഠിക്കണം. ആ കുട്ടി ആ പ്രായം ആയിട്ടുള്ളൂ, ചെറിയ കുട്ടിയാണ്, കുട്ടി പഠിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. അച്ഛനതൊന്നും താല്പര്യമില്ല, അയാൾ പോവുകയും ചെയ്തു. പക്ഷെ പിന്നെ പുള്ളി ഒരു പത്രത്തിൽ നിന്ന് വായിച്ചറിഞ്ഞു, ഈ കുട്ടിയെ ആരോ റേപ്പ് ചെയ്തു, ആ കുട്ടി മരിച്ചു എന്നൊക്കെ അറിഞ്ഞു. അത് പുള്ളിക്ക് ഭയങ്കര കാരണം സിനിമയുടെ 2 ലോകം കണ്ടിട്ടുള്ള ആളാണ് പുള്ളി, വലിയ ഡയറക്ടറായിരുന്നു. അപ്പോൾ സിനിമയ്ക്ക് അങ്ങനത്തെ ഒരു ലോകം ഉണ്ടെന്ന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് പുള്ളി വരുന്നവരോടൊക്കെ ഇങ്ങനെ ഉപദേശിക്കുന്നത്. അപ്പോൾ അതിങ്ങനെ പുള്ളിയുടെ മനസ്സിൽ കിടന്നു. പിന്നെ പുള്ളി വയലാറിനോട് പറഞ്ഞു, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ അതിൽ ഞാൻ ചേർക്കുന്നുണ്ട്. ആ സിറ്റുവേഷൻ അനുസരിച്ച് സ്ത്രീ പക്ഷത്തു നിന്നുള്ള അവരുടെ നിസ്സഹായത കൂടി കണക്കിലെടുത്തിട്ടൊരു പാട്ട് എഴുതണം. അങ്ങനെയാണ് ഈ പാട്ട് എഴുതിയത്. ആദ്യം ആ പാട്ടയിലുണ്ടായിരുന്നില്ല. ഇല്ല. ആ പാട്ട് എഴുതി അത് MSV അത് യേശുദാസിനെ കൊണ്ട് പാടിക്കാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിച്ചത്. പക്ഷേ യേശുദാസ് അന്ന് പിന്നെ എന്തൊക്കെയോ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ള സമയമായി തോന്നുന്നു ഇവർ തമ്മിലും. അപ്പോൾ സേതു സാറാ പറഞ്ഞത്, നിങ്ങൾ തന്നെ പാടിയാൽ മതി, നിങ്ങൾ പാടുമ്പോൾ അതിനൊരു പഞ്ചുണ്ടെന്ന്. അപ്പോൾ MSV പറഞ്ഞു, ഞാൻ പാടിയിട്ട് നിങ്ങൾക്ക് ഒരു ഗുണവും കിട്ടാൻ പോകുന്നില്ല, അത് വല്ല സിംഗേഴ്സ് ആരെങ്കിലും പാടട്ടെ, എന്നാൽ നിങ്ങൾക്ക് സെയിൽ അല്ല, എനിക്കത് മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പുള്ളി അത് പാടിയത്. അത് ഭയങ്കര ഹിറ്റായി മാറി. സേതു സാറിനെ പോലുള്ള ആളുകൾ വലിയ അടുപ്പായിരുന്നു, ഞാനുമായിട്ട് നല്ല അടുപ്പായിരുന്നു സേതു സാറ്. പഴയ കഥകളൊക്കെ എന്നോട് പറയാറുണ്ട്, പഴയ പാട്ടുകളുടെ കഥകളും സിനിമയുടെ കഥകളൊക്കെ. നല്ല മനുഷ്യന്, സിനിമയിൽ വളരെ ഈ പറഞ്ഞ മാതിരി വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള, വളരെ ജെൻറ്റിൽമാൻലി ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. ആരും സേതു സാറിനെ പറ്റി മോശം പറഞ്ഞു കേട്ടിട്ടില്ല. അപ്പം അങ്ങനത്തെ ആളുകൾ സിനിമയിൽ അപൂർവതയാണ്. അങ്ങനെയുള്ള ആളുകളായിട്ടും എടുക്കാൻ പറ്റി എന്നുള്ളതാണ്. IV ശശി സാറിൻ്റെ കൂടെയുള്ള ഫസ്റ്റ് ഇൻ്റർവ്യൂ ശരിക്കും ശശിയേട്ടനെ ഇൻ്റർവ്യൂ ചെയ്യാൻ ചക്കരപ്പന്തൽ എന്നുള്ള പരിപാടിക്ക് വേണ്ടിയിട്ടാണ്. അപ്പം അന്ന് കുറേ പാട്ടുകളുടെ കഥയൊക്കെ പറഞ്ഞു. പുള്ളി ഇങ്ങനെ, അതായത് പുള്ളി തന്നെ എൻ്റെ അടുത്ത് പറയും, പുള്ളി തന്നെ പറയുക, അതായത് ഞാൻ സാമാന്യം നല്ലൊരു മോഷ്ടാവാണ്, എനിക്കിഷ്ടപ്പെട്ട ഒരു സംഭവം എന്തായാലും ശരി ഞാനിത് മോഷ്ടിച്ചിരിക്കും. അപ്പോൾ അതിന് ഉദാഹരണം പുള്ളി പറഞ്ഞത് ഈ അവളുടെ രാവുള്ള പാട്ടാണ്. അതായത് സ്വാമി എന്ന് പറയുന്ന സിനിമയിൽ രാജേഷ് റോഷൻ കമ്പോസ് ചെയ്ത് ലതാ മങ്കേഷ്കർ പാടിയ ഒരു പാട്ടുണ്ട്, പൽഭർ മേരി എന്ന് പറഞ്ഞൊരു പാട്ട്. അത് ഭയങ്കര രസമായി തോന്നി പുള്ളിക്ക്. നല്ല റെക്കോർഡിങ് ക്വാളിറ്റിയൊക്കെ പുള്ളി, ഇതിനെ ഞാൻ അടിച്ചു മാറ്റുന്ന പുള്ളി വിചാരിക്കുക. അങ്ങനെ പുള്ളി അടുത്ത അവളുടെ രാവുകൾ എന്നുള്ള പടത്തിൽ പുള്ളി ഈ സാധനം എടുത്തു. ഇതിൻ്റെ ട്രാക്ക് ബോംബെയിൽ നിന്ന് വരുത്തി. അന്ന് 4 ട്രാക്കോ പറ്റാണ്. ഈ ട്രാക്കിൽ നല്ല അസാധ്യ സ്റ്റീരിയോ എഫക്റ്റോട് കൂടിയുള്ള ട്രാക്കാണത്. കുറച്ച് അന്നത്തെ കാലത്തെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഇതേ ട്യൂണിൽ ബിച്ചു തിരുമേന കൊണ്ട് പാട്ട് എഴുതിച്ചു, ഈ രാഗേന്ദു കിരണങ്ങൾ എന്നുള്ള പാട്ട്. അപ്പോൾ അന്ന് മ്യൂസിക് ഡയറക്ടറൊന്നും ഇല്ല അവിടെ, ട്യൂമറൊന്നും ഇല്ല, ശശിയേട്ടനാണ് മ്യൂസിക് ഡയറക്ടർ. അപ്പോൾ ശശിയേട്ടൻ പറയാം, ഈ കണ്ണനാണ് റെക്കോർഡിസ്റ്റ്. കണ്ണൻ ചോദിക്കും, നിങ്ങളെന്താ ചെയ്യുന്നത്, നിങ്ങൾക്കിത് വല്ലോ ഇതൊന്നും പറയുന്നത്, ഞാൻ ചെയ്യുന്ന മാതിരി ചെയ്താൽ മതി പറഞ്ഞു. ജാനകിയമ്മ വന്നു. അപ്പം അതിൽ ഈ ഒറിജിനൽ ട്രാക്കിൽ ചില ഘട്ടങ്ങളിൽ മാത്രം ഫ്ലൂട്ട്, ഗുണസിംഗാണ് അത് കംപ്ലീറ്റ് അറേഞ്ച് ചെയ്യുന്നത്. ഗുണസിംഗിനെ കൊണ്ട് ഫ്ലൂട്ട് വായിപ്പിച്ചു. അങ്ങനെ ജാനകിയമ്മ അസാധ്യമായിട്ട് പാടി, ചില ഹമ്മിങ്ങൊക്കെ കയ്യെന്നിട്ട് പാടി. അങ്ങനെ ഇതേ ട്രാക്കിൽ പുതിയൊരു പാട്ട്, സെയിം ട്യൂണാണ്. പക്ഷെ ഉമ്മുക്ക വന്ന് നോക്കുമ്പോൾ ഇത് പാട്ടൊക്കെ റെഡിയാണ്. അപ്പോൾ കുഴപ്പമില്ല, ഉമ്മക്കയുടെ പേര് തന്നെ വന്നത്. പക്ഷെ അതിൻ്റെ പേരിൽ ഉമ്മക്ക് എല്ലാവരുടെ ഭാഗത്തുനിന്നും വിമർശനം, ഉമ്മക്കത് മോഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ട്. അതിന് മറ്റേ പാട്ടും ഇതേമാതിരി തന്നെ ഉണ്ണി ആരായിരുന്നു, അതും ഇതേപോലെ തന്നെ വേറൊരു ട്രാക്ക് എടുത്ത് ചെയ്തായിരുന്നു. അപ്പോൾ ഇത് ചോദിക്കുമ്പോൾ ഉമ്മക്ക എപ്പോഴും പറയാം എൻ്റെ അടുത്ത്, നിങ്ങൾ ഇത് മാത്രമേ ചോദിക്കും, ഞാനതിൽ വേറൊരു നല്ല പാട്ട് ചെയ്തിട്ടുണ്ട്, അന്തരേന്ദ്രിയ ദാഹങ്ങൾ, അത് നിങ്ങൾക്ക് അറിയണ്ടല്ലേ ചോദിക്കും. അപ്പോൾ ഇത് എപ്പോഴും പറയാറുള്ളൊരു കാര്യം. അതുമാതിരി ശ്യാം സാറിനെ കൊണ്ട് ഈ അങ്ങാടിയിലെ പാട്ട് ചെയ്യിക്കുമ്പോൾ
പുള്ളി കുറേ പാട്ട് പുള്ളി ട്യൂൺ ഇഷ്ടമായില്ല. അങ്ങനെ പുള്ളി വേറൊരു പാട്ടുണ്ട്, ഹിന്ദിയിലൊരു പാട്ടുണ്ട്, ഹോസാത്തീരേ എന്നുള്ള പാട്ടുണ്ട്, അത് വെച്ചിട്ടൊരു പാട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ശ്യാം സാർ ചോദിച്ചു, നിങ്ങൾ എന്നെ മോഷ്ടിപ്പിക്കുകയാണല്ലോ. അല്ല അങ്ങനെയല്ല, നിങ്ങളുടേതായ സ്റ്റൈലിൽ ചെയ്താൽ മതി പറഞ്ഞു. അങ്ങനെ ശ്യാം സാറിൻ്റെ ഒരു സ്റ്റൈലിൽ ഇതിൻ്റെ ഒരു ഔട്ട്ലൈൻ മാത്രം എടുത്തിട്ടാണ് കണ്ണും കണ്ണും എന്നുള്ള പാട്ട് ചെയ്തത്. പക്ഷെ അതെനിക്കിപ്പോഴും കണ്ണും കണ്ണും കേൾക്കുമ്പോൾ മറ്റേ പാട്ടിനേക്കാളും ഇഷ്ടമാണ്. കാരണം അതിൻ്റെ ഒരു ഹമ്മിങ്ങൊക്കെ ശ്യാം സാർ തുടക്കത്തിൽ ഹമ്മിങ്ങൊക്കെ അസാധ്യമായിട്ട് പാടിയിട്ടുണ്ട്, യേശുദാസും ജാനകിയമ്മയും. അപ്പോൾ അങ്ങനെ എപ്പോഴും എനിക്ക് ഓർമ്മ വരുന്ന അതാണ്. പിന്നെ അദ്ദേഹമായിട്ട് വളരെ അടുക്കാനുള്ളൊരു അവസരം ഉണ്ടായത് എന്താ വെച്ചാൽ, അദ്ദേഹം അവസാന കാലത്തൊരു സിനിമ ചെയ്യാമെന്ന് വിചാരിച്ചു തീരുമാനിച്ചു. മോഹൻലാലിനെയൊക്കെ വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചൊരു സിനിമയാണ്. അപ്പോൾ എൻ്റെ പ്രൊഡ്യൂസർ തന്നെയാണ് എൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയെന്ന് തോന്നുന്നു. സ്ക്രിപ്റ്റും ഡയലോഗൊക്കെ. അപ്പോൾ അതിൽ ചില പഞ്ച് ഡയലോഗ് ചേർക്കണം. അതായത് അങ്ങാടിയിലൊക്കെ ജയൻ പറയുന്ന പോലെ ബഗേഴ്സ് എന്നൊക്കെ പറഞ്ഞ ഡയലോഗ് ഉണ്ടല്ലോ, ആളുകൾ കൈയടിച്ച്. അതുപോലെ ഇതിൽ ഇംഗ്ലീഷിലേക്ക് ചില ഒക്കേഷനിൽ ഇംഗ്ലീഷിലേക്ക് ആക്കണത്. അപ്പോൾ എന്നോട് പത്മനാഭൻ്റെ മകൻ പപ്പൻ ശശിയേട്ടനോട് പറഞ്ഞു, ഇങ്ങനെ രവിമേനോനെ വിളിച്ചാൽ മതി, പുള്ളി ഹെൽപ്പ് ചെയ്യും നിങ്ങളെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു ഒരു ദിവസം. ഞാനവിടെ ഗീത് ഹോട്ടലിൽ പോയി, ശശിയേട്ടൻ അവിടെ ഇരിക്കുന്നു. അപ്പോൾ എനിക്കത് ശശിയേട്ടൻ്റെ കൂടെ സംസാരിക്കാമല്ലോ, അത്രയും കാലം കുറേ കഥകളൊക്കെ കേൾക്കാമല്ലോ. അപ്പോൾ ശശിയേട്ടൻ സ്ക്രിപ്റ്റൊക്കെ കാണിച്ചിട്ട് വിടും. അപ്പം ഞാൻ ശശിയേട്ടനോട് ചോദിച്ചു, ശശിയേട്ടാ ഇനിയിപ്പോൾ ഈ ഇംഗ്ലീഷ് ഡയലോഗൊക്കെ ആളുകൾ ഇത് കേൾക്കുമോ? അതൊക്കെ പണ്ട് ആൾക്ക്, ഇപ്പോൾ എല്ലാം ഇംഗ്ലീഷ് തന്നെയാണ് ആൾക്കാർക്ക്. അല്ല, എൻ്റെ ശശിയുടെ സിനിമ എന്ന് പറയുമ്പോൾ അതിനൊരു പഞ്ച് ഡയലോഗ് പ്രതീക്ഷിക്കും. ഞാൻ പറയുന്ന സംഭവം മാത്രം ഇംഗ്ലീഷിലേക്ക് ഒരു പഞ്ച് ലൈൻ കൊടുത്തിട്ട് ഇട്ടാൽ മതി പറഞ്ഞു. അങ്ങനെ ഒരാഴ്ച അവിടെ ഇരുന്നിട്ട് ഇത് എഴുതലായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കുറേ കഥകൾ പറയും ചേട്ടൻ. നമ്മളെ മനസ്സിലുള്ള കുറേ ബിംബങ്ങളൊക്കെ തകർന്നു വീഴും അതോട് കൂടിയിട്ട്. ഇതൊക്കെ സത്യമാണോ ചേട്ടാ? അപ്പോൾ ചേട്ടൻ പറയും വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി പറയും. പക്ഷെ ഇതൊന്നും ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ ഗോസിപ്പിംഗ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നും എഴുതാറില്ല. കാരണം ഇത് പലരും ജീവിച്ചിരിപ്പില്ലാത്ത ആളുകളാണ്. പിന്നെ നമുക്കറിയില്ല ഇതൊന്നും സത്യാവസ്ഥ. പക്ഷെ അന്നത്തെ കാലത്ത് ഇവർ ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷനായിട്ട് പറയണതാണ്. നമുക്ക് കേൾക്കുന്നതിൻ്റെ ഒരു കൗതുകം ഉണ്ടെന്നുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ ആ സിനിമയൊന്നും വന്നില്ല. എനിക്ക് തോന്നുന്നത് അവസാന കാലത്ത് ശശിയേട്ടനൊക്കെ ആരും അങ്ങനെ കാര്യമായിട്ട് സിനിമാ ലോകത്തു നിന്നുള്ള സപ്പോർട്ടൊന്നും കിട്ടിയിരുന്നില്ല. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സ്വപ്നമായിട്ട് ആ സിനിമ അവശേഷിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. മഞ്ഞൾ പ്രസാദും ഹരിഹരൻ സാറായിട്ട് ഹരിഹരൻ സാറും ഈ പറഞ്ഞ മാതിരി അദ്ദേഹം ചരിത്രവും വലിയ ഇഷ്ടമാണ്. അതായത് ആ കാലത്തുള്ള ആളുകൾ, ഇപ്പോൾ MS മണി, പിന്നെ കൃഷ്ണൻ നായർ, ഇങ്ങനെയുള്ള ആ കാലഘട്ടത്ത് അവരോടൊപ്പം യാത്ര ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ പുള്ളിക്കും അധികം ആളെ കിട്ടില്ലല്ലോ ഇതിനെക്കുറിച്ച് ഇൻട്രസ്റ്റോട് കൂടി. ഇപ്പോൾ എന്നോട് പുള്ളി സംസാരിക്കും. പുള്ളി ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. പുള്ളി എന്നോട് സ്ക്രിപ്റ്റൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് സിനിമയ്ക്ക്. അതുവരെ എനിക്ക് ആഗ്രഹം ഇല്ല. അതുകൊണ്ടാണ് ഞാൻ കുറേ പേര് പറഞ്ഞിട്ടുണ്ട്. ശശിയേട്ടൻ എപ്പോഴും നിർബന്ധിക്കും, ഹരിഹരൻ സാറ് നിർബന്ധിക്കും, ജയരാജ് പറഞ്ഞിട്ടുണ്ട്, VKP പറയാറുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് നമുക്ക് അത് ഈ സ്ക്രിപ്റ്റ് എഴുതാന്ന് പറഞ്ഞാൽ വേറൊരു കലയത്. അത് ഈ ലേഖനം എഴുതുന്ന പോലെയോ അല്ലെങ്കിൽ ജീവിതാനുഭവം എഴുതുന്ന പോലെയല്ല. അത് നമ്മളൊരു സിനിമ ഒരു റീലിങ്ങനെ ഓടിക്കൊണ്ടിരിക്കണം. മനസ്സ് അതിനുവേണ്ടി സജ്ജമായി കഴിഞ്ഞാൽ എഴുതുമോ എനിക്കറിയില്ല. ഇപ്പം ഏതായാലും പറ്റില്ല. അപ്പോൾ ഹരൻ സാർ ഇങ്ങനെ പഴയ കഥകളൊക്കെ പറയും, നല്ല രസമായിട്ടുള്ള കഥകൾ. ഈ മഞ്ഞൾ പ്രസാദൊക്കെ ഈ പറഞ്ഞ മാതിരി ആദ്യമോ NV എഴുതി കൊണ്ടുവന്നത് നല്ല കവിതയായിട്ട് എഴുതി കൊണ്ടുവന്നത്, നല്ല അതികാവ്യാത്മകമായിട്ടുള്ള വരികളായിരുന്നു. പക്ഷെ ഇതൊരു സ്കൂൾ കുട്ടിയുടെ ഒരു ബാലപംക്തിയിൽ എഴുതിയ ഒരു കവിതയാണ്. അതെ. അപ്പോൾ ബാലപംക്തിയിൽ എഴുതുന്ന ഒരു കുട്ടിയുടെ മനസ്സിലേക്ക് ഇത് പറഞ്ഞാൽ, അപ്പോൾ ശരിക്കും ഹരൻ സാർ പറഞ്ഞതെന്ന് വെച്ചാൽ NV സാർ അങ്ങനെ ഒരു കുട്ടിയായി മാറി, പെട്ടെന്ന് ഒരു കുട്ടിയായിട്ട് മാറിയിട്ട് അങ്ങനെ എഴുതി. അത് അങ്ങനത്തെ പ്രതിഭാശാലികളായ എഴുത്തുകാരൊക്കെ അന്ന് കൈവശമുണ്ടേ. കാരണം ഹരിഹരൻ സാറാണ് രാജഹംസം ഡയറക്റ്റ് ചെയ്തത്, സന്യാസിനി എന്നുള്ള പാട്ടൊക്കെ ഉള്ള. ആ സന്യാസിയുടെ ആദ്യത്തെ വരി അങ്ങനെ ആയിരുന്നില്ല അത്ര, വേറൊരു വരിയായിരുന്നു തുടക്കം. അപ്പോൾ അത് കമ്പോസ് ചെയ്ത് കേട്ട് ഇപ്പോൾ ചെറുതായിട്ടൊന്ന് മാറ്റിയാലോ എന്ന് പുള്ളിക്കൊരു ഐഡിയ വയലാറോട് പറഞ്ഞു. വയലാർ ചെയ്തു തരും. വയലാറിന് ആദ്യം അത് ഇഷ്ടമായില്ല തോന്നുന്നു, അങ്ങനെ മാറ്റി ചെയ്താൽ പറഞ്ഞു. പക്ഷെ ഒരു രാത്രി ഫോൺ കോൾ വന്നു. എന്നിട്ട് വയലാർ പറയാത്ര അങ്ങനെ, ഇതാണ് ഞാൻ എഴുതാൻ പോകുന്ന വരി, കേട്ടു നോക്കൂ. പാടിക്കൊടുക്കുക. സന്യാസിനി പുണ്യാശ്രമത്തിൽ രാത്രി പകലിനോട് എന്നെ പോലെ യാത്ര ചോദിപ്പൂ നാം എന്നുള്ള ഒറ്റ വരി കേട്ടപ്പോൾ ഹരിഹരൻ സാർ മനസ്സിൽ പറഞ്ഞു, സൂപ്പർ ഹിറ്റ്. കാരണം ആ വരിയിൽ ആ സിനിമയും
ആ കഥാപാത്രത്തിൻ്റെ മാനസികാവസ്ഥ എല്ലാം ഉണ്ട്. അതിന് ദേവരാമാഷ ട്യൂണും കൂടി ആയപ്പോഴേക്ക് സാധ്യത രാത്രി പകലിനോടെന്ന പോലെ യാത്ര ചോദിപ്പൂ നാം പറയുന്നത് ഭയങ്കര ഒരു ഇതാണ്. അപ്പം അങ്ങനത്തെ പ്രതിഭാശാലികളുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ആളുകാരാണ് ഇവരൊക്കെ. അപ്പോൾ അവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ചില ഇൻഫർമേഷൻ ഇതൊക്കെ അതൊരു വലിയൊരു സംഭവമല്ലേ. എത്ര കഥകളാണ്. എനിക്ക് തോന്നുന്നത് അത് ഈ എപ്പിസോഡൊന്നും പോരാ തോന്നുന്നു നമുക്ക് ഈ കഥകൾ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഞാൻ ഓരോ പാട്ട് കേൾക്കുമ്പോഴും ആലോചിക്കും ഇതൊക്കെ. ചിലപ്പോൾ സിറ്റുവേഷൻസ്, അത് എവിടെ ഷൂട്ട് ചെയ്തത്, ഇതാരായിരിക്കും പാടി അഭിനയിച്ചത്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആലോചിക്കും. ആ സ്ഥലങ്ങളിലേക്ക് പോകാൻ പറ്റുമോ, ഇതൊക്കെ ഒരു ഫാൻറ്റസിയാണ്. നമ്മൾ ചിലവരുണ്ട് കേട്ടോ, അങ്ങനത്തെ ആൾക്കാരും ഉണ്ട്, ഞാനും കണ്ടുമുട്ടിയിട്ടുണ്ട്. ചില ആ വീടൊക്കെ എപ്പോഴും ഉണ്ടാവുമോ, ആ നടന്നു പോകുന്ന ആ റോഡിൽ ഇങ്ങനെ നടന്നു പോകുന്ന ആൾക്കാർക്ക് ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടാവുമോ എന്നൊക്കെ തോന്നും. ഭയങ്കര ഒരു ഇത്തരം കിറുക്കൊന്നും ഇല്ലെങ്കിൽ പിന്നെ നമ്മളെ ജീവിതത്തിൽ എന്താ ഉള്ളത് അല്ലേ. ചില ഞാൻ അങ്ങനെ കുറേ റെയറായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ പാടി അഭിനയിക്കുന്ന ആൾക്കാർ, ഇപ്പോൾ ഈ ബെന്നി അങ്കിൾ എന്ന് പറഞ്ഞ മാതിരത്തെ അദ്ദേഹം ഈ സിനിമയിലൊന്നും അദ്ദേഹം ഒന്നും കാര്യമായിട്ട്, പക്ഷേ ഈ പാട്ട് പാടി അഭിനയിച്ചു. അതുമാതിരി യവനികയിലെ പാട്ടുകൾ, യവനികയിലെ ചെമ്പകോഷ്പ സുഭാസയോ അല്ലെങ്കിൽ ഭരതമുനിയരൊക്കെ ഒരു യേശുദാസിൻ്റെ രൂപസാദൃശ്യമുള്ള ഒരാളാണ് അത് പാടി അഭിനയിക്കുന്നത്. ആ സീനിലേ അയാളെ കാണുള്ളൂ. പക്ഷെ അനശ്വരനായി ആ പാട്ട് പാടി അഭിനയിക്കുമ്പോൾ ഭയങ്കര രസമായിട്ട് അയാൾ ആ ഇത് കൊടുത്തിട്ടുള്ളത്, താടി വെച്ചിട്ടുള്ള. അപ്പോൾ ഇതാരാണെന്ന് തെരഞ്ഞുപോയി ഞാൻ. അവസാനം എനിക്ക് മനസ്സിലായി ക്യാപ്റ്റൻ മാത്യു എന്ന് പറഞ്ഞ ഒരാളാണ്. അയാൾ കോയമ്പത്തൂർ വലിയ ബിസിനസ്സായിട്ട് ജീവിക്കുന്നത്. സിനിമയിൽ വലിയ സ്വപ്നങ്ങളൊക്കെ ആയിട്ട് വന്നു, പക്ഷെ കാര്യമായിട്ട് റോളൊന്നും കിട്ടിയില്ല. പക്ഷെ എന്നും യവനിക വെച്ചാൽ ഇദ്ദേഹം ഉണ്ടാവും. പുള്ളീനെ എങ്ങനെയാണ് പിന്നെ കണ്ടുപിട്ടിയത്? അത് ഞാൻ ജോർജ് സാറിന്, KG ജോർജ് സാറിനോട് ചോദിച്ചു. അപ്പോൾ പുള്ളിക്ക് അറിയാം, പേരറിയാം, നേവിയിലായിരുന്നു, അങ്ങനെ സിനിമയിൽ ചാൻസ് ചോദിച്ച് വരാറുള്ള ആളാണ്. അപ്പോൾ ഇത് വന്നപ്പോൾ കൊടുത്തു എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ പുള്ളിയുടെ വൈഫ് വഴി ഇങ്ങനെ അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട പ്രൊഡക്ഷനിലുള്ള ആൾക്കാരായിട്ട് പോയിട്ട് അങ്ങനെയാണ് അവസാനം കോയമ്പത്തൂർ ഉണ്ടെന്ന് മനസ്സിലാണ്. അദ്ദേഹമായിട്ട് സംസാരിച്ചു. അപ്പോൾ അത്ഭുതം അദ്ദേഹത്തിന്. അദ്ദേഹം ആ സിനിമയൊക്കെ വിട്ട് ഭയങ്കര ബിസിനസ്സാണ്. അദ്ദേഹം കോയമ്പത്തൂർ വലിയ ബിസിനസ്മാനാണ്, രൂപം തന്നെ മാറി. അപ്പോൾ പുള്ളിക്ക് വലിയ സന്തോഷമായി. പുള്ളീൻ്റെ അടുത്ത് ആ കഥയൊക്കെ പറഞ്ഞു. പുള്ളി സിനിമയിൽ അഭിനയിക്കാൻ വന്നതും ചെറിയ ചെറിയ റോളുകളൊക്കെ വന്നു, നല്ല അഭിനയിച്ച സിനിമ ഇറങ്ങിയതും ഇല്ല. അങ്ങനെ ഇതിൽ വന്നപ്പോൾ പക്ഷെ ഇപ്പോഴും പുള്ളിയെ കണ്ട തിരിച്ചറിയ ആൾക്കാർ ഈ പാട്ടിൻ്റെ പേരിൽ, അങ്ങനത്തെ ഒരുപാട് ആൾക്കാരുണ്ട്. ആൾക്കാരുടെ ഇങ്ങനെ പോയിട്ട് കണ്ട് അവിടെ എവിടെയാന്നൊക്കെ നോക്കി അത് ഞാൻ തന്നെ വിളിക്കും. അങ്ങനത്തെ കുറേ ആൾക്കാർ. അതുമാതിരി ചില സിനിമയിൽ തോണിക്കാരായിട്ടൊക്കെ അഭിനയിക്കും. ചില പാട്ടുകാർ തോണി തുഴഞ്ഞ് അതേ ഉള്ളൂ അയാൾക്ക് ആ റോള്. അങ്ങനെയാണ്. അങ്ങനത്തെ കുറേ ആൾക്കാരെ പോയി കണ്ടിട്ടുണ്ട്. അടൂർ മണികണ്ഠൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കളകളം എന്നുള്ള പാട്ടൊക്കെ പാടി അഭിനയിച്ചിട്ടുള്ള. അങ്ങനെ ആ സിനിമയിൽ ആ സീനിൽ മാത്രമേ ഉണ്ടാവുള്ളൂ അയാൾ, പക്ഷേ എപ്പോഴും നമ്മളെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതാരായിരിക്കും എന്നുള്ളൊരാഗ്രഹം ഉണ്ടാവില്ലേ. അങ്ങനെ കണ്ടുപിടിച്ച കുറേ ആൾക്കാരാണ്. മധുരം ജീവാമൃത ബിന്ദു, അതൊക്കെ ആ സിനിമയിൽ പാടി ആ സീനിൽ മാത്രമേ ഉള്ളൂ. പിന്നെ ചില സിനിമയിൽ പ്രാന്തന്മാരമാതിരി വേഷം കെട്ടി പാടും. അങ്ങനെ ഒരു ശിവൻ എന്ന് പറഞ്ഞ ആളാണ് അത്. അത് പുള്ളി എനിക്കിപ്പോൾ ഓർമ്മയില്ല, പക്ഷെ ഞാനത് എഴുതിയിട്ടുണ്ട്. അതുമാതിരി നഷ്ടസ്വർഗങ്ങളെ പാടി അഭിനയിച്ച ആള്. ആ സിനിമയുടെ ആ പാട്ടിൻ്റെ പോലെ തന്നെ ട്രാജിക് ആയിട്ടുള്ള ഒരു ലൈഫായിരുന്നു അയാളുടെ. എളുപ്പമില്ല. അതുമാതിരി വിണ്ണിൻ്റെ വിരിമാറിൽ യേശുദാസിൻ്റെ പോലുള്ള വേറൊരാൾ. അങ്ങനെ കുറേ ആൾക്കാർ പാടി അഭിനയിച്ച ആൾക്കാർ തെരഞ്ഞുപിടിച്ച് പോയി. സരോജിനി ശിവലിംഗത്തെ പോലും സരോജിനി ശിവലിംഗം എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു എപ്പോഴെങ്കിലും കാണണം എന്നുള്ളത്. അവർ ഈ പറഞ്ഞ മാതിരി കോയമ്പത്തൂരിലേക്ക് മാറിയിരുന്നു. നാട്ട് പാലക്കാട് ജില്ലയിലാണെങ്കിലും അവരെയും പോയി കണ്ടപ്പോൾ അവർക്ക് അത്ഭുതം. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഗോപാലകൃഷ്ണൻ എന്നുണ്ട്, ഒരു സയൻറ്റിസ്റ്റൊക്കെയാണ് പുള്ളി. വലിയ പാട്ട് പ്രേമിയാണ്. പുള്ളി വഴിയാണ് ഞാൻ കണ്ടെത്തിയത്. അപ്പോൾ ഞങ്ങൾ പോയി കണ്ടപ്പോൾ അവർക്കൊരാ ഇതൊക്കെ എന്നെയൊക്കെ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ അമ്മയൊക്കെ ഭയങ്കര ഫാനായിരുന്നു. സരോജിനി ശിവലിംഗം 3:30 മണിക്ക് സരോജിനി ശിവലിംഗം വരാൻ വേണ്ടി കാത്തിരിക്കും. പാട്ടുകളും കൊണ്ടല്ലേ വരിക. അപ്പോൾ എന്നോട് സരോജിനി ചേച്ചി ഒരു ആഗ്രഹം പറഞ്ഞു. അതായത് ശ്രീലങ്കയിലുള്ള സമയത്ത് ഒരുമാതിരി എല്ലാ ആർട്ടിസ്റ്റുകളും അവിടെ വരുമ്പോൾ ഈ റേഡിയോ സിലോൺ അവൻ ഇൻ്റർവ്യൂ ചെയ്ത് യേശുദാസിനെ ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റിയിട്ടില്ല. ബാക്കി വലിയ സന്തോഷം. കാരണം അവരിപ്പോഴും എനിക്ക് പറഞ്ഞൊരു ഓർമ്മയുണ്ട്, മാണിക്യവീണയുമായി ഇറങ്ങിയ സമയത്ത് ആ റെക്കോർഡ് ഇങ്ങനെ വന്നിട്ടേ ഉള്ളൂ. ആ റെക്കോർഡ് വെച്ച് കൊടുക്കണം ആദ്യമായിട്ട്. അപ്പോൾ ഈ പാട്ടിങ്ങനെ വരുന്നതനുസരിച്ചിട്ട് ആ സ്റ്റുഡിയോയിൽ
വേറെ ആരുമില്ല. സ്റ്റുഡിയോയിൽ ഇവർ ഡാൻസ് ചെയ്തൊന്നും അറിയാണ്ട് അത്രയും ഇഷ്ടമായിട്ട്. അപ്പോൾ നോക്കുമ്പോൾ പുറത്തുനിന്ന് ആൾക്കാർ ഇങ്ങനെ കണ്ട് അന്തം വിട്ട് നിൽക്കുക പുറത്ത് ഗ്ലാസ്സിൽ കൂടെ. ഭയങ്കര ചമ്മലായി പോയി തന്നെ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ദാസേട്ടനെ ഞാൻ പറയാമെന്ന് പറഞ്ഞു അവരുടെ അടുത്ത്. ദാസേട്ടനെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഒരു പരിചയപ്പെട്ടെന്ന് പറഞ്ഞ ദാസേട്ടൻ. അപ്പോൾ ദാസ് എനിക്കറിയാം സരോജിനി ശിവലിംഗ്, എൻ്റെ പാട്ടൊക്കെ അവരിൽ വെച്ചിട്ടുള്ള ആളല്ലേ. എനിക്ക് റേഡിയോ സിലോണിലൊക്കെ നമ്മുടെ പാട്ട് വരുന്ന വലിയ സന്തോഷമുള്ള കാര്യമല്ലേ, വിളിക്കാൻ പറയുന്നു. അങ്ങനെ വിളിച്ചു, ഭയങ്കര സംസാരിച്ചു, ഭയങ്കര സന്തോഷമായി. അതുമാതിരി എനിക്ക് മറക്കാനാവാത്ത വേറെ അനുഭവം എന്താ വെച്ചാൽ, ഹേമ എന്നൊരു ഗായികയുണ്ട്, ഹേമ. അതായത് യേശുദാസിൻ്റെ ആദ്യത്തെ ഗാനമേള, ആദ്യകാലത്തെ 2ാമത്തെ 3ാമത്തെ ഗാനമേളയിൽ ഒപ്പം പാടിയൊരു ഗായികയാണ് ഹേമ. കൊച്ചിക്കാരിയാണ്. അപ്പം അന്ന് ഫീമെയിൽ സിംഗേഴ്സ് ഗാനമേളയിൽ വരാത്തൊരു കാല. നല്ല ബുദ്ധിമുട്ടാണ്. അവിടെ വീട്ടിൽ ചെന്നിട്ട് അവരുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യണം വരാൻ. അങ്ങനെയാണ് ഹേമയൊക്കെ വന്ന് പാടിയത്. ഹേമ നന്നായിട്ട് പാടുന്നൊരു കുട്ടിയാണ്. സിനിമയിൽ ഏതോ ഒരു സിനിമയിലിട്ട് പാടിയിരുന്നു. അപ്പോൾ ഇവർ ഗാനമേളയിൽ പാടി കുറേ അവിടെയുള്ള. പിന്നെ ഇവരങ്ങ് വാനിഷ്ടായി. ഇത് 60s കാര്യമാണ് പറയുന്നത്, ലേറ്റ് 60s. പിന്നെ എവിടെയാണെന്നും അറിയില്ല. അങ്ങനെ ഇവരെ ഞാൻ ഇങ്ങനെ തെരഞ്ഞു പിടിച്ചു പോയി, തേടിപ്പോയി. അപ്പോൾ നോക്കും അത്ഭുതമായിട്ട് അവരുടെ ലൈഫ്. അവർ അവർ ഹസ്ബൻഡ് ഒരു മുസ്ലിമായിരുന്നു, മ്യൂസീഷ്യനായിരുന്നു. ഇവരും നല്ല മ്യൂസീഷ്യനായി, ഹിന്ദുസ്ഥാനി ക്ലാസിക്കലിലൊക്കെ വലിയ മ്യൂസീഷ്യനായി. അങ്ങനെ അവർക്ക് ധാരാളം ശിഷ്യരുണ്ടായി. ഡൽഹിയിലായി അവർ താമസം. ഹേമ അസീസ് എന്ന പേര്. അവരുടെ മകൻ കാർഗിൽ വാറിൽ രക്തസാക്ഷിയായി. എന്നിട്ട് ആ മകൻ്റെ പേരിൽ അനുവദിച്ച പെട്രോൾ പമ്പ് അനുവദിക്കുന്നൊരു, പെട്രോൾ പമ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര വിവാദമൊക്കെ ഉള്ള കാലത്ത് അത് വേണ്ട എന്ന് പറഞ്ഞ സ്ത്രീയാണ് ഇവർ. എനിക്കെൻ്റെ മകൻ രാജ്യത്തിന് വേണ്ടിയിട്ട് കൊടുത്ത ജീവൻ, അതിനൊരു പ്രതിഫലം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഈ ഗിഫ്റ്റ് വേണ്ടാന്ന് വെച്ചൊരു സ്ത്രീയാണ്. അപ്പം അങ്ങനെയാണ് അവർ. പിന്നെ ഇവരാണ് ആ ഹേമ എന്ന് അറിയില്ലായിരുന്നു. ചോദിച്ചപ്പോൾ ഞാൻ ഒരു ദിവസം വിളിച്ചപ്പോഴാണ് ആ കഥയൊക്കെ പറയുന്നത്. അപ്പോൾ അവർക്കും അത്ഭുതം, ഇങ്ങനെ എന്തപ്പോൾ ഇതൊക്കെ അറിയാം, എൻ്റെ ഒരു പാസ്റ്റ് അല്ലേ ഇതെന്ന് പറഞ്ഞാൽ. അതല്ല, കേട്ടിട്ടുള്ള ആൾക്കാർക്ക് ഇഷ്ടമുണ്ടാവും. എന്നിട്ട് അവരെ പറഞ്ഞു വെച്ചു. ദാസേട്ടൻ എൻ്റെ അടുത്ത് പിന്നെ സംസാരിച്ചപ്പോൾ അവരെ നമ്പർ വേണമെന്നോ. എനിക്ക് അവരെ മറക്കാൻ പറ്റില്ല. ഒരു ദിവസം ദാസേട്ടൻ അവർ വിളിച്ചപ്പോൾ അവർ പിന്നെ എന്നെ വിളിച്ചു. യേശുദാസ് എന്നെ വിളിച്ച് എന്താണോ, ഞാൻ പേടിച്ചു പോയി. പക്ഷെ അങ്ങനെയുള്ള ചില പുനഃസമാഗമങ്ങൾക്ക് നിമിത്തമായി എന്നുള്ളതാണ് ഒരു കാലം. അതെ, ഈ കഴിവുകൾ ഒരുപാട് ഉണ്ടായിട്ട് പോലും കാര്യമായിട്ടുള്ള ഒരു അംഗീകാരം കിട്ടാത്ത ഗായികന്മാര് ഉണ്ടാവുമല്ലോ. ഗായകന്മാരുണ്ട്, സംഗീത സംവിധായകരുണ്ട്, എഴുത്തുകാരുണ്ട്, എല്ലാവരും ഉണ്ട്. പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു പെരുമ്പാവൂർ സാറിന്. പെരുമ്പാവൂർ സാറെ ഞാൻ പറഞ്ഞ ഈ സിനിമയിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും മാന്യനായ വ്യക്തികളിൽ ഒരാൾ. ആരെ പറ്റി പരാതി പറയുന്നത് കേട്ടിട്ടില്ല, ഒരു കംപ്ലൈൻറ്റും ഇല്ല, ഒരു അമിത മോഹങ്ങളും ഇല്ല. പക്ഷെ സിനിമയിൽ പാടണം എന്നൊക്കെ ആഗ്രഹിച്ച് പണ്ടൊക്കെ പോയിട്ടുണ്ട്. എനിക്ക് എന്നോട് തന്നെ പറഞ്ഞിട്ട് സുർമ എഴുതിയ മിഴികളെ അതിൻ്റെ റെക്കോർഡിങ്ങിനൊക്കെ പോയ അതൊക്കെ പറഞ്ഞു. ജയേട്ടൻ്റെയൊക്കെ വലിയ ഫാനായിരുന്നു. പിന്നെ പുള്ളി ഇഷ്ടംപോലെ പാട്ടുകൾ, സിനിമയിൽ പാട്ടുകളെക്കാളും ലളിതഗാനങ്ങളാണ്. ഒരു കാലത്ത് കേരളത്തിലെ യുവജനോത്സവങ്ങളിലൊക്കെ ഫസ്റ്റ് കിട്ടിയിരുന്നത് പെരുമ്പാവൂർ സാറിൻ്റെ പാട്ടുകൾ. യമുനേ യമുനേ സ്വരരാഗ ഗായിക, അതൊക്കെ എൻ്റെ അനിയത്തിയൊക്കെ സ്ഥിരമായിട്ട് റേഡിയോ ഈ ലളിതഗാന പാഠം പഠിച്ചിരുന്ന പാട്ടുകൾ. അങ്ങനെ ഇഷ്ടംപോലെ പാട്ടുകൾ. ചില പാട്ടുകളൊന്നും പുള്ളിക്ക് ഓർമ്മയില്ല. എന്നോട് തന്നെ പുള്ളി പറഞ്ഞ ഒരു ദിവസം എനിക്ക് തോന്നുന്നു ഈ എവിടെയോ ഏതോ ഒരു റിയാലിറ്റി ഷോയിലോ മറ്റോ ഏതോ ഒരു കുട്ടി ഒരു പാട്ട് പാടുന്നത് കേട്ടു. പുള്ളി ഇങ്ങനെ നോക്കുമ്പോൾ ഒരു അപൂർവ രാഗത്തിലുള്ളൊരു പാട്ടാണത്, അസാധ്യ പാട്ടാണല്ലോ ഇത്. മോളെ വിളിച്ച് പറഞ്ഞു വന്നു, ഗംഭീര പാട്ടാണല്ലോ ഇത്, എന്താ ഇത് ആരുടെയാണാവോ എന്ന് വെച്ചാൽ മോള് പറഞ്ഞത്ര ഇത് അച്ഛൻ്റെ തന്നെയാണ്, അച്ഛൻ്റെ മ്യൂസിക്കാണത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, എത്രയോ പാട്ടുകൾ ചെയ്തിട്ടുള്ള ആളുകൾ പലർക്കും ഓർമ്മ ഉണ്ടാവില്ല. പക്ഷെ പെരുമ്പാവൂർ സാറിനെ സംബന്ധിച്ച് സിനിമയിലും അദ്ദേഹം ചെയ്തിട്ടുള്ളൊക്കെ ഡിഫറെൻറ്റ് പാട്ടുകളാണ്. ഇപ്പം നീ വിൺപൂ പോലും, മറ്റേ ഇതിലെ പാട്ട് ഒന്നാം രാഗം പാടി, ഒക്കെ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള. അതെ അതെ, ക്ലാസിക്കൽ ബേസ്ഡ് ആണ്, എന്നാൽ പോലും അത് സിംപ്ലിഫൈ ചെയ്ത് എന്നാലും പാടാൻ കുറച്ച് ബുദ്ധിമുട്ടുമായിരിക്കും. അങ്ങനത്തെ കേൾക്കുമ്പോൾ വളരെ ഈസി ആയി തോന്നും, വളരെ ബുദ്ധിമുട്ടായി. നീ വിൺപൂവൊക്കെ എനിക്ക് തോന്നുന്നു വളരെ ബുദ്ധിമുട്ടാണ് പാടാൻ വേണ്ടിയിട്ടുള്ളത്. പക്ഷെ അതിൻ്റെ ആ പത്മരാജനാണ് പുള്ളീനെ യൂസ് ചെയ്തിട്ടുള്ളത്. ആ കഥാപാത്രത്തിനെയും ആ സിറ്റുവേഷനൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് പുള്ളി ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇത്രയും കാലമായിട്ടും പുള്ളിക്ക് അർഹിക്കുന്ന ഒരു അംഗീകാരം കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. കാരണം സിനിമയ്ക്ക് പുറത്തുള്ള ഒരു സംഗീത ശാഖയുണ്ടല്ലോ,
അതിൽ കോൺട്രിബ്യൂഷൻ ഇപ്പോൾ MG രാധാകൃഷ്ണൻ, പെരുമ്പാവൂർ രവീന്ദ്രനാഥ്, ഉദയഭാനു, PK കേശവൻ നമ്പൂരി, തൃശ്ശൂരുള്ള കേശവൻ നമ്പൂരി, ഇവരൊക്കെ അങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പോൾ കേശവൻ നമ്പൂരിയെ എന്താണ് സൂപ്പർ പാട്ടുകളിലെ പുഷ്പാഞ്ജലി, വനമാല, ഇത്രയും ചിലവായി പോയിട്ടുള്ള ഭക്തിഗാനങ്ങൾ വേറെ ഉണ്ടാവില്ലേ. പുഷ്പാഞ്ജലിയൊക്കെ ഒരു പാട്ട് പോലും ഇല്ല മാറ്റിവെക്കാൻ. വനമാലയൊക്കെ അസാധ്യ പാട്ടുകളാണ്. രമേശൻ നായരും PK കേശവൻ നമ്പൂരിയും കൂടി ഇപ്പോൾ കേശവൻ നമ്പൂരിയാണ് ചെയ്തതെന്ന് അറിയോ, പലർക്കും അറിയണ്ടാവില്ലേ. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെയും കൂടി ഞാൻ അവരെ പറ്റിയൊക്കെ എഴുതിയിട്ടുണ്ട്. എനിക്ക് അതിൽ സന്തോഷമുണ്ട്. ഇവരെ പറ്റിയൊക്കെ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഉണ്ണിമേനോൻ്റെ തന്നെ ഭക്തിഗാന, ഗുരുവായൂരപ്പ ഭക്തിഗാന ആൽബം, ഏറ്റവും വിറ്റഴിഞ്ഞ ആൽബം കമ്പോസ് ചെയ്തിട്ടുള്ള പെരുമ്പാവൂർ സാറാണ്. അങ്ങനെ ഇഷ്ടംപോലെ ആളുകൾ നമ്മളെ പുറമ്പോക്കിൽ ചെന്ന് ഒടുങ്ങുക എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ആൾക്കാരെ പറ്റിയും എഴുതാൻ പറ്റിയിട്ടുണ്ട് എനിക്ക്. 1-2 സിനിമകൾ ചെയ്ത ആൾക്കാർ, അതൊക്കെയാണ് തിരിഞ്ഞു നോക്കുമ്പോൾ വലിയ സന്തോഷമുള്ള കാര്യമാണ്. വലിയ വലിയ ആൾക്കാരെ പറ്റി എല്ലാവരും എഴുതുമല്ലോ, ഇഷ്ടംപോലെ ആൾക്കാർ എഴുതാനുണ്ടാവും. ആണ് യേശുദാസിനെ പറ്റിയിട്ടും 100,000 ആൾക്കാർ എഴുതിയിട്ടുണ്ടാവും. പക്ഷെ സതീഷ് ബാബുവിനെ പറ്റിയിട്ട് ആരും എഴുതിയിട്ടുണ്ടാവും? വളരെ കുറച്ച് എഴുതിയിട്ടുണ്ട്. സതീഷ് എത്ര നല്ല സിംഗർ, എനിക്ക് വലിയ ഇഷ്ടം. യേശുദാസിൻ്റെ പാട്ടുകൾ പാടുന്ന ഗായകരുണ്ടല്ലോ, അതിലെനിക്ക് ഏറ്റവും ഇഷ്ടം സതീഷിൻ്റെ. കാരണം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ശബ്ദാനുകരണം അല്ല ആലാപനം എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ യേശുദാസിൻ്റെ ശബ്ദാനുകരണം നടന്ന ആൾക്കാർ, പ്രമദവനം, ഹരിമുരളീരൊക്കെ അതേപോലെ ഇങ്ങനെ ഒന്ന് പാട്ടിന് വിറച്ചുകൊണ്ട് പാടുന്ന ആൾക്കാരെ കാണാം. പക്ഷേ ആ ഫീലുണ്ട് അതിൽ. എന്താണ് ആ പാട്ടിൽ അദ്ദേഹം കൊണ്ടുവരുന്നത്? ഒരു മാജിക് ഉണ്ട്. അത് പാട്ടിൽ ആവിഷ്കരിക്കാൻ കഴിയണം. ശബ്ദാനുകരണം നമുക്ക് ദിവസം സാധാരണ ചെയ്താൽ മതി, അത് കിട്ടും ചിലപ്പോൾ. പക്ഷേ ആ ഫീല് അത് കൊണ്ടുവരാൻ കഴിയണം. അതാണ് പ്രത്യേകത. സതീഷ് എനിക്ക് തോന്നുന്നു നല്ല ഫീലോട് കൂടി. ഞങ്ങൾ വെറുതെ ഇരുന്ന് പാടാറുണ്ട്. എൻ്റെ കല്യാണത്തിൻ്റെ തലേദിവസമൊക്കെ സതീഷിൻ്റെ ഒരു മഹഫിലായിരുന്നു. സതീഷും അജ്മൽ ബാബു മുല്ലശ്ശേരിയിൽ വെച്ചിട്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. രാത്രി നല്ല മഴയുള്ള രാത്രിയായിരുന്നു. സതീഷ് എൻ്റെ ഇഷ്ടമുള്ള ഗാനങ്ങളൊക്കെ പാടി, മറ്റേ പൊന്നും തരിവെള്ള മിന്നും കൈകളിലൊക്കെ പാടി. എന്ത് രസമായിട്ടാണ് പാടി, ആ ഫീല് കൊടുത്തിട്ടാണ് പാടിയത്. അദ്ദേഹം സിനിമയിൽ പാടി മെല്ലെ നീ മെല്ലെ വരൂ എന്നുള്ള പാട്ട് പാടി, ഹിറ്റായിരുന്നു. അത് യേശുദാസ് പാടിയെന്ന് പലരും വിചാരിച്ചു. അപ്പം അങ്ങനത്തെ ആളുകളെ പറ്റിയും എഴുതണം എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ച് നമ്മൾ കുട്ടിക്കാലത്ത് ചെറുപ്പത്തിലൊക്കെ കേട്ട് വളർന്ന ആൾക്കാരെ ഞാൻ പോയി കാണാറുണ്ട്. എന്തായിരുന്നു അവരാ പാടുമ്പോഴുള്ള മാനസികാവസ്ഥ, എന്താണ് സിനിമ അവരോട് ചെയ്തത്, എന്താണ് സംഗീതത്തിൽ നിന്ന് അവർക്ക് ലഭിച്ചത്, നഷ്ടങ്ങൾ എന്താണ്, നേട്ടങ്ങൾ എന്താണ്, അതൊക്കെ രസമാണ്. അഭിനയത്തിലോട്ട് പോയിട്ടില്ലേ? കാരണം ഈ ഒരുപാട് സിനിമാക്കാരുടെ കൂടെ ആയിട്ടുള്ള ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടായിരുന്നോ അഭിനയിക്കാൻ വല്ല ആഗ്രഹം ഉണ്ടോ എന്നുള്ളത്? ഇല്ലില്ല, ഞാൻ അതിനെക്കുറിച്ച് ആഗ്രഹം ഉണ്ടെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് താല്പര്യമൊന്നുമില്ല. അഭിനയം വേറെ തന്നെ ഒരു, ഇതൊക്കെ വേറെ കല, നമുക്ക് അറിയാത്ത കാര്യങ്ങൾ എന്തിനാ. നമ്മുടെ ഉള്ളിൽ ഹിഡൻ ആയിട്ടുള്ള സംഭവം ഉണ്ടോ നമുക്ക് അറിയില്ലല്ലോ. കാർട്ടൂണിസ്റ്റ് ആണല്ലോ ചേട്ടാ, നന്നായി വരയ്ക്കും. ഞാൻ വരയ്ക്കാൻ എനിക്ക് ഫസ്റ്റ്, എനിക്ക് കഥാരചനയിൽ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതൊന്നും ആർക്കും അറിയില്ല, പറഞ്ഞിട്ടില്ല. പക്ഷേ ഒക്കെ ഈ പത്രപ്രവർത്തനം എന്ന് പറയുന്നത് വലിയൊരു സാമ്രാജ്യം. അതിൻ്റെ അകത്ത് വീണ് പോയാൽ നമുക്ക് രക്ഷപ്പെടാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഇപ്പോൾ ഡെസ്കിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ അതൊരു ഷിഫ്റ്റിൽ നമ്മൾ വർക്ക് ചെയ്യണം. നമുക്ക് ഒരിക്കലും ഡെസ്കിൽ വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ സന്ധ്യകളും രാത്രികളും പോയി, സൂര്യാസ്തമയം പിന്നെ കാണാൻ പറ്റില്ല. ഡ്യൂട്ടി ആയിരിക്കും ആ സമയത്ത്. പിന്നെ ആ സമയത്തുള്ള ഉറക്കങ്ങൾ ഇതൊക്കെ ആയിരിക്കും. എൻ്റെ ഒരു ഭാഗ്യം എന്താ വെച്ചാൽ എനിക്ക് എൻ്റെ മേഖല, എനിക്ക് താല്പര്യമുള്ള മേഖലയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞു. എനിക്ക് ആദ്യകാലം സ്പോർട്സ് ആയിരുന്നു ഇഷ്ടം. ഫുട്ബോൾ റിപ്പോർട്ട് ചെയ്തോളാൻ പറഞ്ഞു. അന്ന് ഞങ്ങളെ ന്യൂസ് എഡിറ്റർ, ആദ്യത്തെ ന്യൂസ് എഡിറ്റർ ഉണ്ട്, PJ മാത്യു സാർ എന്നെ വിളിച്ച്, വളരെ ചെറുപ്പമല്ലേ, ഇൻ്റർനാഷണൽ ഫുട്ബോൾ ടൂർണമെൻറ്റ് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു. ഞാനങ്ങനെ ഇന്ത്യ മുഴുവൻ നടന്ന് ഫെഡറേഷൻ കപ്പ്, മറ്റേ നെഹ്റു കപ്പ്, സന്തോഷ് ട്രോഫിയൊക്കെ റിപ്പോർട്ട് ചെയ്ത് അത് കഴിഞ്ഞപ്പോൾ FM തുടങ്ങുകയാണ്, മാതൃഭൂമി. അപ്പോൾ ശ്രേയം സാർ അന്ന് DM ആണ്. പുള്ളി ഒരു ദിവസം വിളിച്ച് പറഞ്ഞു, നിങ്ങൾ ഇവിടെ വന്ന് ചേരാൻ പറഞ്ഞു. അതെനിക്ക് സന്തോഷം. പാട്ടല്ലേ, നിറയെ പാട്ട്. അപ്പോൾ ഇങ്ങനെ എപ്പോഴും പാട്ട് കേൾക്കുക, പാട്ട് സെലക്ട് ചെയ്യുക, പാട്ട് ഡിസൈഡ് ചെയ്യുക. അപ്പോൾ പാട്ടിൻ്റെ ലോകത്താണ്. പാട്ട് പഠിച്ചിട്ടുണ്ടോ? ഇല്ലില്ല, പാട്ട് പഠിച്ചിട്ടില്ല. ഞാൻ അനിയത്തി പഠിച്ചിട്ടുണ്ട്. പാടുന്നതൊക്കെ നമ്മുടെ ബാത്റൂം സിംഗ്. പക്ഷെ അനിയത്തി പാട്ട് പഠിച്ചിരുന്നു. അവിടെ കലാക്ഷേത്രയിൽ MD രാമനാഥൻ്റെ ശിഷ്യയായിരുന്നു. ഹിഗിൻസ് എന്നൊക്കെ പറഞ്ഞ ഫേമസ്, അവരൊക്കെ അവിടെ വന്ന് പഠിപ്പിച്ചിരുന്നു. അപ്പോൾ അവളിപ്പോൾ അമേരിക്കയിലാണ്. പക്ഷെ അവൾ പാട്ട് പഠിച്ചിരുന്നു. ഞങ്ങൾ 3 പേരും പാട്ടിൻ്റെ ലോകത്ത്. അമ്മ ഇങ്ങനെ ആയതുകൊണ്ട് പിന്നെ അച്ഛനും വിരോധമൊന്നും ഉണ്ടായിരുന്നില്ല പാട്ട്. അച്ഛൻ റേഡിയോ ഒക്കെ വെച്ച് ഹിന്ദി പാട്ടൊക്കെ കേൾക്കും.
അപ്പോൾ ഞാനും അനിയനും അനിയത്തി ഇങ്ങനെ പാട്ടിൻ്റെ ലോകത്ത് ഒരു വയനാട്ടിലും അല്ലേ വളരെ ലോൺലി ആയിട്ടുള്ള. അപ്പോൾ അവിടെ ഞങ്ങൾ തന്നെ പാട്ടിങ്ങനെ ഓരോ പുതിയ പാട്ട് കേൾക്കുമ്പോൾ ഇപ്പോഴും പാട്ടിനെ പറ്റി സംസാരിക്കും വരുമ്പോൾ. അവാർഡ്സുകളെ കുറിച്ച് പറയുക. അവാർഡ് എനിക്ക് ഏറ്റവും അവിശ്വസനീയമായി തോന്നിയ അവാർഡ് സ്റ്റേറ്റ് ഫിലിം അവാർഡ്. അത് ഞാൻ എഴുതിയൊരു ഫിലിം ക്രിട്ടിക്കിനുള്ള അവാർഡുണ്ടല്ലോ, മറ്റേ രചന ചലച്ചിത്ര സംബന്ധിയായ ലേഖനങ്ങൾക്കുള്ള രചനയ്ക്കുള്ള അവാർഡാണ്. അത് കൃഷ്ണ ഇളമൺ എന്ന് പറഞ്ഞൊരു പഴയ ഒരു സൗണ്ട് റെക്കോർഡിസ്റ്റ് ഉണ്ട്. അതായത് ഇന്ത്യൻ സിനിമയുടെ തുടക്കമുള്ള ആളാണ്, ആർക്കും അറിയില്ല, തിരുവനന്തപുരത്ത് താമസിച്ചിരുന്ന ആളാണ്. സൈഗളിൻ്റെ ഒക്കെ പാട്ടിൻ്റെ റെക്കോർഡിങ്ങിന് സാക്ഷ്യം വഹിച്ച ആളാണ്. ടാഗോറിൻ്റെ ശാന്തി നികേതൻ ഉണ്ടായിരുന്നു അയാൾ. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് എഴുതി. നീല മെർലാൻ പ്രൊഡക്ഷൻസിൻ്റെ അധികം സൗണ്ട് റെക്കോർഡിസ്റ്റ് പുള്ളിയായിരുന്നു. അപ്പോൾ ഈ സൗണ്ട് റെക്കോർഡിങ്ങിൻ്റെ ബാല്യദശ മുതൽ ഇങ്ങോട്ട് കണ്ടിട്ടുള്ള ആളാണ് പുള്ളി. വളരെ വയസ്സായിരുന്നു. അപ്പോൾ ഞാൻ പുള്ളിയെ പോയി കണ്ട് പുള്ളിയെ പറ്റി എഴുതി. അതിനാണ് സ്റ്റേറ്റ് അവാർഡ് കിട്ടി മികച്ച ലേഖനത്തിന്. അപ്പോൾ അന്ന് പോയി വാങ്ങാൻ പറ്റിയ അതൊരു ഭാഗ്യം. കാരണം നടന്മാർക്കൊക്കെ അല്ലേ കിട്ടുള്ളൂ ഇത്. അത് പലരുടെയും സ്വപ്നമാണല്ലോ അവാർഡ്. അപ്പോൾ അതൊരു വലിയ ഭാഗ്യമാണ്. പിന്നെ എനിക്ക് ഇങ്ങനത്തെ കുറേ സാഹിത്യ അക്കാദമിയുടെ അവാർഡ് കിട്ടി. അതും അത്ഭുതം. കാരണം ഞാൻ അപ്ലൈ ചെയ്തിട്ടൊന്നുമില്ല. പൂർണ്ണേന്ദുമുഖി എന്ന് പറഞ്ഞൊരു പുസ്തകം ഉണ്ടായിരുന്നു എൻ്റെ. അതിൽ അമ്മേനെ പറ്റിയുള്ള ലേഖന സമാഹാരം, ഉപന്യാസങ്ങൾ, അതായിരുന്നു പേരിട്ട്. അപ്പോൾ അതിന് അവാർഡ് കിട്ടി. സാഹിത്യ അക്കാദമിയുടെ എൻഡോമെൻറ്റ് അവാർഡ് കിട്ടി. അപ്പോൾ സിനിമയുടെ അവാർഡും സാഹിത്യ അക്കാദമിയുടെ അവാർഡും കിട്ടി എന്നുള്ളതാണ് ഭാഗ്യം. പിന്നെ കുറേ അല്ലാതെ പ്രേം നസീറിൻ്റെ പേരുള്ള അവാർഡ് വിധുബാലയാണ് തന്നത്. വിധുബാല ചേച്ചി വലിയ അടുപ്പാണ്. എന്നെ വലിയ ഞങ്ങൾ പഴയ കഥകളൊക്കെ പറഞ്ഞു തരുന്ന ഒരാളാണ്. നല്ല ചരിത്രമായിട്ട് ബന്ധമുള്ള ആളാണ് വിധുബാല. അതുമാതിരി എനിക്ക് അടുപ്പുള്ള ആളാണ് രഞ്ജിനി, ആക്ട്രസ് ഇല്ലേ ചിത്രത്തിൽ അഭിനയിച്ച രഞ്ജിനി. ഹിസ്റ്ററിയുടെ ഒരാളാണ്. ഇങ്ങനെ ആർക്കൈവൽ മെറ്റീരിയൽ, അതായത് സിനിമയുടെ ചരിത്രം, സൗത്ത് ഇന്ത്യൻ സിനിമയുടെ ചരിത്രം, അതിങ്ങനെ. അപ്പോൾ ഞാനും ഇതിൻ്റെ പിന്നിലായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ഞങ്ങളിങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. പിന്നെ ബ്രഹ്മാനന്ദൻ അവാർഡ്, ഗുരുവായൂരിൽ നിന്നുള്ളൊരു അവാർഡിന് കുറേ അല്ലാത്ത കുറേ ബഹുമതികൾ കിട്ടി. അതൊക്കെ എന്താ ഞാൻ ഇതൊക്കെ സമർപ്പിക്കുന്ന ഈ സിനിമ പാട്ടിൻ്റെ ആൾക്കാർക്കാണ്. കാരണം അവരില്ലെങ്കിൽ ഇതൊന്നും കിട്ടില്ലല്ലോ. അതെ. ഇപ്പം ഈ റൂമിൽ എനിക്ക് തോന്നുന്നു കുറച്ച് ചേട്ടന് ഇഷ്ടമുള്ള കുറച്ച് ആൾക്കാർ ഇപ്പം ജീവിച്ചിരിക്കുന്നവർ അല്ലെങ്കിൽ അല്ലാത്തവരുണ്ടെങ്കിൽ ആരെയായിരിക്കും ചേട്ടന് എന്താ പറയാ? ഭയങ്കര ഇതായിരിക്കും കേട്ടോ, ഭയങ്കര റിസ്ക് ആയിരിക്കും അത്. കാരണം എല്ലാവരുടെയും ഒരു മഹഫിൽ നടത്തണമെന്നായിരിക്കും എൻ്റെ ആഗ്രഹം. ബാബുക്കൊക്കെ ഇങ്ങനെ ഹാർമോണിയം വായിക്കുന്നു, പിന്നെ രാഘവ മാഷ് പാടുന്നു, ഏരമാഷ് ഇങ്ങനെ നോക്കിയിരിക്കുന്നു. പക്ഷെ എനിക്ക് പെട്ടെന്ന് അടുത്തൊരാൾ വേണമെന്ന് പറഞ്ഞ പ്രേം നസീറാണ്. കാരണം നമ്മുടെ കുട്ടിക്കാലം പോലെ നസീർ സാറല്ലേ ഒരു ഗന്ധർവനെ പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. യേശുദാസിൻ്റെ ശബ്ദം പോലും നസീറിലൂടെയാണ് നമ്മളിലേക്ക് എത്തുന്നത്. നസീറിൻ്റെ സിനിമയെ കാണാൻ വേണ്ടിയിട്ട് പോവുക. എൻ്റെ അമ്മയും അമ്മയുടെ അടുത്തിമാരും നസീറിൻ്റെ വലിയ ഫാൻസായിരുന്നു, 3 സിസ്റ്റേഴ്സും. അപ്പോൾ ഒരു തമാശ എന്താ വെച്ചാൽ അവർ നസീറിൻ്റെ കോട്ടക്കലിൽ ലീന തിയേറ്ററുണ്ട്, രാധാകൃഷ്ണ തിയേറ്ററുണ്ട്. അപ്പോൾ എവിടെയെങ്കിലും നസീറിൻ്റെ സിനിമ മാറി വന്നാൽ ഇവർ പോവും. അപ്പോൾ പുറത്തുനിന്നൊക്കെ ഷോപ്പിൽ നിന്നൊക്കെ നസീറിൻ്റെ സിനിമ വന്നിട്ട് തോന്നുന്നു 3 ആളും കൂടി ഇറങ്ങിയിട്ടുണ്ട് അറിയാം, അവർക്ക് എല്ലാവർക്കും അറിയാം. അപ്പം ഞാൻ നസീർ സാറിനെ കണ്ടപ്പോൾ നസീർ സാറിന് ഇൻ്റർവ്യൂ ചെയ്തല്ലോ ധ്വനി സമയത്ത്. അപ്പോൾ ആ സമയത്ത് അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നസീർ സാർ ഇങ്ങനെ എൻ്റെ വല്യമ്മമാരും അമ്മയും ഭയങ്കര ഫാൻസാണ് നസീർ സാർ, ഇങ്ങനെ സിനിമ കണ്ട അപ്പം മാറാം, ആരോമലുണ്ണിയൊക്കെ എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല. അപ്പോൾ നസീർ സാർ പറയാം, അവരുടെ അഡ്രസ്സ് തരൂ. ഞാൻ പറഞ്ഞു അഡ്രസ്സ് തന്നിട്ട് എന്താ കാര്യം? നസീർ സാർ ഇവിടുന്ന് ഫ്ലൈറ്റിലോ അല്ലെങ്കിൽ ട്രെയിനിലൊക്കെ ഇല്ല മദ്രാസിലേക്ക്. ഇത് കോട്ടക്കൽ എടരിക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്, അവിടെ റെയിൽവേ സ്റ്റേഷൻ പോലും ഇല്ല. അതൊന്നും അനിയൻ അറിയണ്ട. ഞാൻ കൊച്ചിയിൽ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് കോഴിക്കോട്ടേക്ക് ഞാൻ കാറിൽ വരാനൊരു പ്ലാൻ ഉണ്ട് എനിക്ക്, അവിടെ വരും. അനിയൻ അവരോട് പറയരുത്, പക്ഷേ സർപ്രൈസ് വിസിറ്റ് ആയിരിക്കും, അഡ്രസ്സ് തരുമെന്ന്. അപ്പം ഞാൻ അഡ്രസ്സ് കൊടുത്തു. വെറുതെ പറഞ്ഞൊന്നുമില്ല, പുള്ളി സീരിയസ് ആയിട്ട് പറഞ്ഞ. പക്ഷെ കഷ്ടകാലത്തിന് പുള്ളി മദ്രാസിലെത്തിയിട്ട് പിന്നെ ഒരു അസുഖമൊക്കെ വന്ന് പുള്ളിക്ക് വരാനേ പറ്റിയില്ല. അവസാനത്തെ വരവായിരുന്നത്. ഇത് അവരോട് പറഞ്ഞു. അവർ പിന്നെ ഞാൻ പറഞ്ഞത് അവർക്ക് ഭയങ്കര വിഷമായത്. സന്തോഷം. എനിക്കറിയാം നസീർ സാർ വരുമായിരുന്നു. കാരണം അത്രയും ഡൗൺ ടു എർത്ത് ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. പറഞ്ഞില്ലേ, ഒരു സാധാരണ ഒരു മനുഷ്യനോട് സംസാരിക്കുന്ന പോലെ, നമ്മളോട് ഒരു പത്രപ്രവർത്തകനാണെന്നോ ഒന്നുമില്ല, ഒരു സാധാരണ ഒരു മനുഷ്യൻ എങ്ങനെയാണ് അയാളുടെ കൂട്ടുകാരോട് സംസാരിക്കുന്നത് അതുമാതിരി വലിയൊരു മനുഷ്യനായിരുന്നു. അങ്ങനത്തെ ആൾക്കാരെയൊക്കെ പരിചയപ്പെടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു
ജേർണലിസം, ഈ ജേർണലിസ്റ്റിൽ പല നെഗറ്റീവ് എലിമെൻസ് ഉണ്ട്, പോസിറ്റീവ് എലിമെൻസ് ഉണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ ഇതൊക്കെ നമ്മുടെ ഭാഗ്യമായിട്ട് കാണും. അതെ, എനിക്ക് തോന്നുന്നു ഇനി ഒരുപാട് കഥകൾ നമുക്ക് ബാക്കി കേൾക്കാനുണ്ട്. ഈ ഒരു എപ്പിസോഡൊന്നും മതിയാവില്ല. ഇനി അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് ഇനിയും കുറേ കഥകൾ കേൾക്കാനുണ്ട്. അപ്പം നമുക്ക് പതുക്കെ ഇവിടെ ഇനി ചേട്ടൻ്റെ അതെ കുറേ നേരമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് പറഞ്ഞു തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന് പക്ഷെ നമുക്ക് ഇഷ്ടമുള്ള വിഷയമല്ലേ, ഞാൻ പറഞ്ഞില്ല, ഇഷ്ടമുള്ള ജോലി കിട്ടുക, ഇഷ്ടമുള്ള വിഷയം സംസാരിക്കുക. മ്യൂസിക്കലും പേഴ്സണലി ഒരുപാട് കാര്യങ്ങൾ അറിയാൻ സാധിച്ചു. സന്തോഷം. മിനി നന്നായി ചോദിച്ചു. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഗുണം ഇതുകൊണ്ടുണ്ടായെങ്കിൽ അയ്യോ അതെ സത്യമായിട്ടും താങ്ക് യു ചേട്ടാ. സന്തോഷം.